പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സദൃശ്യവാക്യങ്ങളിൽ നിന്നും നാം അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചന കേൾക്കുകയായിരുന്നു. നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ കനലെരിയുന്ന മനുഷ്യഹൃദയങ്ങളില്ല. എല്ലാവരും പുറത്ത് സമാധാനം എന്ന് പറയുകയും സന്തോഷവുമൊക്കെ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഉള്ള് കനലെരിയുകയും കുടുംബത്തിനകത്ത് ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ ഇരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഇന്ന് ലോകത്ത് വന്നിരിക്കുക. ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദൈവത്തെ വെറുതെ ഉപരിപ്ലവമായി മാത്രം ദൈവമുണ്ടെന്ന് കാണിക്കുന്നവർ അകത്ത് ദൈവമില്ലെങ്കിൽ സമാധാനം ഇല്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളൊരു തലമുറയിൽ നമ്മൾ ജീവിക്കുന്നു. അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കർത്താവിന്റെ ദാസൻ പേര് പറയാതെ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അനേക കുടുംബങ്ങളെ, തകർന്ന് തരിപ്പണമായ കുടുംബങ്ങളെ കൂട്ടി യോജിപ്പിക്കുമ്പോഴും തകർന്ന് ഛിന്നഭിന്നമായ കുടുംബത്തിൽ നിന്നുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റി. അപ്പം മനുഷ്യൻ ബുദ്ധിയുടെ പ്രമാണം കൊണ്ട് ചെയ്ത കാര്യം അവരുടെ പ്രവർത്തനത്തിൽ യോജിച്ച കുടുംബങ്ങൾ പോലും അവർക്കിനി തല്ലിപ്പിരിയാം. നമ്മളെ യോജിപ്പിച്ചവരിന്ന് അവർ പിരിഞ്ഞു കഴിയുക എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ദുർമാർഗം നമ്മൾ കാണാനിടയായി. പ്രൈസ് ദി ലോർഡ്. എന്താണ് അതിൻ്റെ കാര്യമെന്ന് നമുക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ വചനം ഉള്ളിലില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ നാട്യങ്ങളൊന്നും ഫലപ്രദമാകത്തില്ല. ഒരു ദിവസം അത് പുറത്ത് വരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ഞായറാഴ്ച പകലിൽ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് നമുക്കറിയാം, അതിശയകരമായ ആത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നത് കൊണ്ട് താൻ തന്നെ പറഞ്ഞേക്കുന്ന വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം എന്തായിരുന്നു അവന് വെളിപ്പാടുകളുടെ ആധിക്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വെളിപ്പാടുകൾ തള്ളിക്കയറി വരുന്ന ഒരു സമയത്ത് പറയുകയാണ്, ദൈവം എനിക്കൊരു ശൂലം നൽകിയിരിക്കുക. അപ്പം അത്രമാത്രം വെളിപ്പാടുണ്ടായിരുന്ന പൗലോസ് എവിടെ നിൽക്കുന്നു? വെളിപ്പാടില്ലാത്ത നമ്മൾ എവിടെ നിൽക്കുന്നു? ആ പൗലോസ് പോലും പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? ഞാൻ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ എന്തുമാത്രം നിങ്ങളോട് ഉപേക്ഷിക്കണം പ്രാർത്ഥിക്കാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം ശുശ്രൂഷിക്കുക, ദൈവവചനത്തിൻ്റെ ശുശ്രൂഷകനായിരിക്കുക, അത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷകനായിരിക്കുക. ഇന്ന് ഒരുപാട് സഭകളുടെ ശുശ്രൂഷകരുണ്ട്. എല്ലാവരും പണിയുക, സഭകൾ പണിതുകൊണ്ടിരിക്കുക. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ആരാണ്, എവിടെയാണ്, എന്താണ് സഭ എന്തിനു വേണ്ടിയാണ് പണിയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ പ്രസംഗത്തിന് മധ്യേ വരും എന്ന് ഞാൻ വിചാരിക്കുക. നമുക്കൊരു വാക്യം വായിക്കാൻ വേണ്ടി ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 2-ാമത്തെ അധ്യായം 21 22 വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി. മതി. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇത് അല്ലേ? ദൈവം തൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ അവസാനത്തെ ദിവസം എല്ലാ പ്രപഞ്ചത്തെയും അതിലുള്ള എല്ലാ കാര്യങ്ങളെയും ഉണ്ടാക്കിയതിന് ശേഷമാണ് മനുഷ്യനെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് താൻ ഉണ്ടാക്കിയ മനുഷ്യൻ എല്ലാ സൃഷ്ടികളും ഉണ്ടാക്കിയതിന് ശേഷം ഓരോ സൃഷ്ടിയെക്കുറിച്ച് ദൈവം പറയുകയാണ്, താൻ ഉണ്ടാക്കിയത് നല്ലതെന്ന് ദൈവം കണ്ടു. എന്നാൽ 6-ാം ദിവസം ദൈവം ഉണ്ടാക്കിയ മനുഷ്യനെ ഉണ്ടാക്കിയതിന് ശേഷം ദൈവം അവനിൽ ഒരു സന്തോഷം കണ്ടില്ല. അതിന്റെ കാരണമായി പറയുന്നത് അവന് തക്കതായ ഒരു തുണയെ എവിടെയും ഉണ്ടായിരുന്നില്ല. അതാണ് അപ്പോൾ ഒരു കുടുംബത്തിന്റെ പരിപൂർണത ഒരു സ്ത്രീയും ഒരു പുരുഷനും ചേർന്ന തുണയാകുമ്പോഴാണ് ആ കുടുംബം എന്തായി തീരുന്നത്? അനുഗ്രഹമായി തീരുന്നത്. അപ്പം ഒരു കുടുംബം നമുക്കിങ്ങനെ പറയാം, പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് ഒരു വിവാഹം കഴിക്കാം. അന്യോന്യം മാലയിട്ടിട്ടോ രക്തഹാരം അണിഞ്ഞിട്ടോ
താലി ചാർത്തിയിട്ടോ ഏതെങ്കിലും ഒരു പച്ച വള്ളി കഴുത്തിലിട്ടിട്ടോ ഒക്കെ 4-5 പേരെ വിളിച്ചിട്ട് ഒരു വിവാഹം നടത്താം. കാരണം ഈ വിവാഹത്തിന്റെ ആദ്യത്തെ വിവാഹം സ്ഥാപിച്ചത് കർത്താവാണ്. അതുകൊണ്ട് വിവാഹം എല്ലായിടത്തും എന്തായിരിക്കട്ടെ? മാന്യമായിരിക്കട്ടെ. അപ്പൊ വിവാഹം മാന്യമാണ്. എന്നാൽ ഒരു പ്രായപൂർത്തിയായ പുരുഷന് ഒരു പെണ്ണിനെ കിട്ടും സ്വന്തമായിട്ട്. നമുക്കറിയാം, അങ്ങനെ എല്ലാവർക്കും പെണ്ണിനെ കിട്ടും. പുരുഷന്മാർക്ക് എല്ലാവർക്കും വിചാരിച്ച ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടും. നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ദൈവസഭയിലുള്ള വിശുദ്ധന്മാർക്ക് പെണ്ണ് കിട്ടാനാണ്. പെണ്ണുങ്ങളില്ല, അല്ലേ? ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേകത എന്താണ്? പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ താല്പര്യമില്ല. കാരണം പണ്ടത്തെ ഒരു സംവിധാനമല്ല. എല്ലാവരും വിദ്യാഭ്യാസമുണ്ട്, എല്ലാവർക്കും ജോലിയുണ്ട്, എല്ലാവർക്കും അവരുടേതായ സ്വകാര്യത ഉള്ള ഒരു അവർക്ക് ഒരു വേദിയുണ്ട്, സ്വകാര്യമായ ഒരു സ്പേസ് അവർക്കുണ്ട്. എത്ര വലിയ കുടുംബ ബന്ധത്തിലേക്ക് വന്നാലും ഈ 2 പേർക്കും ഉള്ളിൽ ഒരു പേഴ്സണൽ അന്യോന്യം ഇടപെടണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരമുള്ള കുടുംബത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും പ്രത്യേകമായ സ്വകാര്യ ഇടങ്ങളില്ല. ആമേൻ. അവരുടെ മൊബൈലിൽ പാസ്വേഡ് ഉണ്ടെങ്കിൽ ആ പാസ്വേഡ് അന്യോന്യം എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ആ ഒരാളെ നമുക്ക് പാർട്ട്ണറായി ലഭിക്കുമ്പോൾ ആ പാർട്ട്ണറെ കുറിച്ച് നമുക്ക് നന്നായ ബോധമുണ്ടാകണം. നമ്മളുടെ എല്ലാ കാര്യങ്ങളും സുതാര്യമായിരിക്കണം. ഇന്ന് ക്രിസ്ത്യാനിറ്റിക്കകത്ത് ദൈവവചനത്തിന്റെ വ്യവസ്ഥകൾ അനുസരിക്കുന്നവർക്ക് പോലും അവരുടേതായ താല്പര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ വഴി ഞാൻ തിരക്ക് കൂട്ടി വന്നേക്കുന്നുണ്ട്, എനിക്ക് ലീവില്ല, 15 ദിവസമേ ഉള്ളൂ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് 2-ന്റെ അന്ന് ഞാൻ പറക്കും, അല്ലേ? ഭർത്താവും ചില ദിവസങ്ങൾക്ക് ശേഷം പറക്കും. പിന്നെ അവരെന്ത് ചെയ്യുന്നില്ല, അവർ പിന്നെ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ വീഡിയോ ചാറ്റുകളിലാണ് ആകെപ്പാടെ സമയം കിട്ടുമ്പോൾ കാണുന്നത്. ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ഭാര്യയും ഭർത്താവും എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞേ? ഒരുമിച്ചിരിക്കണമെന്നാണ് പറഞ്ഞു. പ്രത്യേക പ്രാർത്ഥന ആവശ്യങ്ങൾക്കല്ലാതെ അവരെന്ത് ചെയ്യരുത്? പിരിഞ്ഞിരിക്കരുത്. അപ്പൊ ഇവിടെ ആക്ച്വലി എന്താണ്? ഒരു കോൺട്രാക്ട് എഗ്രിമെന്റ് വെച്ചിട്ട് ദൈവസഭയുടെ മുമ്പിലോ കത്തോലിക്ക പുരോഹിതന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായത്തിന്റെ സംഘടനകളുടെ വ്യവസ്ഥ പ്രകാരമോ ചെയ്തിട്ട് അവർ അവരുടെ നാടുകളിലേക്ക് പോകുന്നു. അതിൽ ചില കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ, ഇങ്ങനെയുള്ള സംവിധാനത്തിൽ ഉണ്ടാകുന്ന കുടുംബങ്ങളിലും അല്ലെങ്കിൽ ആ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും ധാർമ്മികതയുടെയോ ദൈവഭക്തിയുടേതോ അല്ലെ അവരെ പരസ്പരം ബോണ്ട് ചെയ്യുന്നതായ കാര്യങ്ങളുടെ ഒന്നും ഒരു എന്തില്ല, ശക്തി ഇല്ല. കാരണം എന്താണ്? ദൈവം അവരുടെ നടുവിൽ വസിക്കുന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെ സ്വകാര്യതയെ കുറിച്ച് ഞാനത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, ദൈവം താൻ ഉണ്ടാക്കിയ മനുഷ്യന് എന്ത് ചെയ്തു? ഒരു ഗാഢ നിദ്ര വരുത്തി. പ്രൈസ് ദി ലോർഡ്. ഒരു സൗണ്ട് ഡീപ്പായിട്ടുള്ളൊരു സ്ലീപ്പ് കൊടുത്തു. അന്ന് അനസ്തേഷ്യ ഒന്നുമില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഒരു ദീർഘമായ ഉറക്കം. അവിടെ എഴുതിക്കുന്നത് അങ്ങനെയല്ലേ? ആ ഒരു ഗാഢ നിദ്ര കൊടുത്തു. ഉറക്കം കൊടുത്തതെന്നോ അല്ലെങ്കിൽ ഒരു ചെറിയ നാപ്പ് അങ്ങനെയൊന്നും അല്ല പറയുന്നത്. എന്നിട്ട് ദൈവം ഒരു സ്ഥലത്ത് പണിതു, ഒരു ചെറിയ പണിയങ്ങ് പണിതു. ഒരു സൈഡ് പൊളിച്ചിട്ട് അവിടുന്ന് ഒരു എല്ല് ഊരിയെടുത്തു. എന്നിട്ട് ദൈവം ആ മുറിവ് ഒരു പാട് പോലും ഇല്ലാത്ത രീതിയിൽ അവിടെ മാംസം വെച്ച് പിടിപ്പിച്ചു. എന്നിട്ട് ദൈവം എന്ത് ചെയ്തു? ഈ വാരിയലിനെ എടുത്ത് മാംസം പൊതിഞ്ഞ് എന്താക്കി തീർത്തു? ഒരു സ്ത്രീയാക്കി തീർത്തു. അപ്പൊ ആദ്യത്തെ പുരുഷനിൽ നിന്നാണ് ആദ്യത്തെ അവന്റെ ഭാര്യയായ മണവാട്ടിയെ ദൈവം കൊണ്ടുവരുന്നത്. അപ്പം നമ്മളൊരു ഉൽപ്പത്തി 1 വായിക്കുന്നത് ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് അവരെ വീണ്ടും ആ പുരുഷനും സ്ത്രീയായി വേർതിരിച്ചു. വീണ്ടും ഒടുക്കത്തിൽ പുരുഷനും സ്ത്രീയും വിവാഹത്തിൽ ഒന്നായി തീരുന്നു. അവർ ഇനിമേൽ 2 അല്ല 1 എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് പൗലോസ് പറയുകയാണ്, ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് പറയുന്നു. അപ്പൊ സഭയും എങ്ങനെയായിരിക്കണം? സഭയും ഇതുപോലൊരു പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് ഉണ്ടായതായിരിക്കണം. എന്നാൽ ഇപ്രകാരം ഏദൻ തോട്ടത്തിൽ ഒരു മാംസം കീറി ഒരു ഭാഗം തുറന്ന് ദൈവം അവിടുന്ന് ഒരു അസ്ഥി എടുത്ത് ആ എടുത്ത ഭാഗത്തെ പൂർണ്ണമായും കവർ ചെയ്ത് അവിടെ പിടിപ്പിച്ചതിന് ശേഷം ഈ എടുത്ത അസ്ഥിയെ മാംസം പൊതിഞ്ഞ് എന്താക്കി തീർത്തു? ഒരു സ്ത്രീയാക്കി തീർത്തു. ഈ സ്ത്രീയെ കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ കൊണ്ടുവച്ചപ്പോൾ അവൻ ഉണർന്നപ്പോൾ അവൻ എന്ത് പറഞ്ഞു? അപ്പോൾ മനുഷ്യൻ ഇതെന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്നുള്ള മാംസവുമാകുന്നു. കർത്താവ് പറഞ്ഞു, എടാ മോനെ, ഞാൻ നിന്നെ ഉറക്കിയിട്ട് നിന്റെ ഒരു ഭാഗം ഞാൻ കീറി, അവിടെ ഞാൻ ഒരു അസ്ഥി എടുത്തു.
ഈ അസ്ഥിയെ ഒരു സ്ത്രീയാക്കി, ഞാൻ നിന്റെ ആ കീറിയ ഭാഗം അടച്ചു വെച്ചു, ഇത് നിന്റെ ഭാര്യയാണ്, ഇത് നിന്റെ ഉള്ളിൽ നിന്ന് കീറിയെടുത്താന്ന് പറഞ്ഞോ? ഇല്ല. അതൊരു വെളിപ്പാടാണ്. ഈ മനുഷ്യന് മനസ്സിലായി, ഇവൾ ഒരു കുടുംബ ബന്ധത്തിന്റെ പവിത്രതയെ സംബന്ധിച്ച്, ഐക്യത്തെ സംബന്ധിച്ച് അവിടെ പറയുകയാണ്. ഒരുവന്റെ ഭാര്യ, ദൈവം അവന് കൊടുക്കുന്ന ഭാര്യ, അവൾ ഒരുപക്ഷെ അവൻ ആഗ്രഹിച്ച സൗന്ദര്യമോ അല്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് ആഗ്രഹിച്ച ഒരു പുരുഷനെയോ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അന്ന് മുതൽ അടി തുടങ്ങുകയല്ല വേണ്ടത്. പിന്നെ എന്ത് ചെയ്യാം? നമ്മളെ ഈ പോരായ്മകൾ നികത്താനുള്ള പരിശ്രമത്തിലേക്ക് വരികയുണ്ട്. അവിടെയാണ് കുടുംബം എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിച്ച് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? കിട്ടിയതിനെ ആഗ്രഹിച്ചതാക്കി മാറ്റണം. അപ്പം അനേക സങ്കല്പങ്ങളും അനേക ആഗ്രഹങ്ങളുമായിട്ട് ഈ വിവാഹം എന്ന ആക്ച്വലി വിവാഹം ഒരു ബലിവേദിയാണ്. ദൈവം പ്രത്യക്ഷമാകുന്ന ഒരു ബലിവേദിയാണ്. അവിടേക്ക് വരുമ്പോൾ നമ്മുടെ ആഗ്രഹിച്ച കാര്യം കിട്ടിയില്ലെങ്കിൽ, ഈ ആഗ്രഹിച്ചതല്ല കിട്ടിയത്, കുറച്ചുകൂടി മെച്ചമായത് എനിക്കൊന്ന് ലഭിക്കുമായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ചുകൂടി മെച്ചമായതിനു വേണ്ടിയുള്ള ആഗ്രഹത്തെ വെച്ചുകൊണ്ട് ഇവർ ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും ശരിയാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ ഒരു ഐക്യത്തെ അവിടെ കാണുകയാണ്. ആദാം പറഞ്ഞു, ഇതെന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എൻ്റെ മാംസത്തിലുള്ള മാംസവും. ഇനി അവിടെ രണ്ടായിരിക്കാൻ അവർക്ക് കഴിയില്ല, അവർ ഒന്നാണ്. എന്നാൽ നമ്മളിങ്ങനെ പൊതുവിൽ പറഞ്ഞു കേൾക്കും, മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത്, പുരുഷനെ ദൈവം ഉണ്ടാക്കിയത് മണ്ണുകൊണ്ടാണ്, സ്ത്രീയെ ഉണ്ടാക്കിയത് അസ്ഥി കൊണ്ടാണ്. അതുകൊണ്ട് സ്ത്രീക്ക് ഇത്ര കടുപ്പം കൂടും, അല്ലേ? നമുക്കറിയാം, ഇന്നത്തെ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കടുപ്പമുള്ളവരാ. അവർക്ക് പെട്ടെന്ന് മനസ്സലിയും കരയും. പക്ഷെ ഒരുവിധപ്പെട്ട സ്ത്രീകളൊന്നും മനസ്സലിയൊന്നുമില്ല. വേണമെങ്കിൽ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് കണ്ടുപോലെ നെഞ്ചത്ത് കയറിയിരുന്ന് കഴുത്തിന് കുത്തി പിടിക്കാനും കഴിയും. പ്രൈസ് ദി ലോർഡ്, അല്ലേ? ഇത് നമ്മൾ ഓർക്കും ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. ആണോ? നമുക്കറിയാം, ഈ കഴിഞ്ഞ നാളിൽ ഇതുപോലെ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് പീഡനം ഉണ്ടായപ്പം പുരുഷന്മാര്, പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാരുടെ ഒരു സംഘടന ഉണ്ടാക്കിയോ? ഉണ്ടാക്കിയിട്ട് അവര് സോഷ്യൽ മീഡിയയെ പരസ്യം ചെയ്ത് എവിടെയെല്ലാം പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാർക്കെല്ലാം ഈ സംഘടന ചേരാം. അവർക്ക് വേണ്ടി സംസാരിക്കാൻ കോടതി നിയമമൊന്നുമില്ല. ഉണ്ടോ? അവർക്ക് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ കോടതി നിയമമൊന്നുമില്ല. സ്ത്രീയെ കുറിച്ച് പറഞ്ഞാൽ ഒരു ബലഹീന പാത്രമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രിവിലേജ് അവർക്കുണ്ട്. അതുകൊണ്ട് അവരെന്നേലും ഒന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിയമവും കോടതിയും പോലീസും മാധ്യമങ്ങളും ചാനലുകാരും യൂട്യൂബേഴ്സ് എല്ലാം അവർ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ. ഈ ഹതഭാഗ്യനായ പുരുഷന് പറയാൻ ഒരു സ്പേസ് ഇല്ല. ഇനി അവൻ പറഞ്ഞാലും പറയാൻ ശ്രമിച്ചാലും അവൻ നിലത്ത് കിടന്ന് ഉരുളുകയാണെന്ന് പറയും. അപ്പം സത്യത്തിൽ ഈ പുരുഷനും സ്ത്രീയും, സ്ത്രീ മണ്ണിൽ നിന്നുണ്ടാക്കിയ പുരുഷനിൽ നിന്നുണ്ടായ സ്ത്രീ ആണെങ്കിലും ഈ പുരുഷനും സ്ത്രീയും അവരുടെ സ്ഥാനങ്ങളിൽ അവരെ ഉറച്ചാൽ അവരുടെ സ്ഥാനം എന്താണ്? സ്ത്രീക്ക് ദൈവവചനത്തിൽ പറയുന്ന സ്ഥാനം എന്താണ്? പുരുഷൻ ആരായിരിക്കണം? ദൈവവചനത്തിൽ തലയായിരിക്കണം. അപ്പൊ തല എന്ന് പറയുന്നതിന്റെ തലയുടെ പ്രത്യേകത എന്താ? ഹെഡാണ്. തലയ്ക്ക് എന്താ പ്രത്യേകത? എന്താണ് തലയുടെ പ്രത്യേകത? നമ്മുടെ ശരീരത്തെക്കാൾ തലയ്ക്ക് പ്രത്യേകതയുണ്ടോ? അതോ ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടെന്ന് മാത്രമാണോ? തലയാണ് എന്ത് തീരുമാനിക്കുന്നത്, എന്ത് ചെയ്യണം, എന്ത് വേണം, എന്ത് പറയണം തീരുമാനിക്കുന്നത് തലയ്ക്കകത്തല്ലേ? അപ്പോൾ ഒരു കുടുംബം ഉണ്ടാക്കപ്പെട്ട് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് അവസാന വാക്ക് പുരുഷന്റെ ആയിരിക്കണം എന്നാണ് ദൈവം പറഞ്ഞത്. ഈ സ്ഥാനം തിരിഞ്ഞു പോയാൽ എങ്ങനെയായിരിക്കും? എല്ലാം തകർന്നു അടിമേടിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം 1 മണിക്കൂർ ചില്ലാനുള്ള ഒരു വീഡിയോയിൽ ഷാജൻ സ്കറിയുമായിട്ട് അദ്ദേഹം പറയുകയാണ്, എന്നും അടിമേടിച്ച് എത്ര കാലം നാണക്കെട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്തവർ. അപ്പം കള്ളു കുടിക്കുക, ഭർത്താവിനെ എടുത്ത് ചാമ്പുക, ഇത് ഒരുപാട് കുടുംബങ്ങളിലുണ്ട്. അവർക്ക് പുറത്തു പറയാൻ പറ്റുമോ? പെണ്ണുങ്ങൾക്ക് പറയാം, അയാൾ എന്നെ തല്ലി പിടിച്ച് പിച്ചി മാന്തി കടിച്ചു എന്ന് പറയാം. ഏതെങ്കിലും ഒരു പുരുഷന് ഇന്ന് പറയാൻ പറ്റുമോ? ഇത് മേടിച്ചിട്ട് പാസ്റ്റർ മുമ്പ് പറഞ്ഞ പോലെ ഉള്ളിലിട്ട് നീട്ടി വെന്ത് പോവുക. ഇന്ന് അനേക പുരുഷന്മാരുടെ സ്ഥിതി ഇതാ. അപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഞാൻ കുറച്ച് അതിൻ്റെ ഇന്നത്തെ ഒരു സാഹചര്യങ്ങളിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ നമ്മൾ കാണുകയാണ്, ആദ്യത്തെ പുരുഷന്റെ ഭാര്യയെ അവന്റെ ഒരു വിലാപ്പുറത്ത് നിന്നാണ് ദൈവം എടുക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ കാണുകയാണ്, ആ വിലാപ്പുറത്ത് നിന്ന് അവൻ എടുത്ത ഭാര്യ ഹേതുവായി അവന്റെ സൃഷ്ടാവും അവന്റെ ഭാര്യയും അവരുടെ സൃഷ്ടാവുമായ ദൈവമായിട്ട് അവർക്ക് എന്നും എന്തുണ്ടായിരുന്നു? They had a fellowship every evening.
അവർക്ക് സൃഷ്ടാവായ പിതാവിൻ്റെ അടുക്കൽ എപ്പോഴും ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. എന്നാൽ താൻ തൻ്റെ മകന് സൃഷ്ടിച്ചു കൊടുത്ത മകന് താൻ സൃഷ്ടിച്ചു ഉണ്ടാക്കിയ ഭാര്യ അവൾ തനിയെ നടന്ന് കാഴ്ചകൾ കാണാൻ പോയപ്പോൾ ഒരുവൻ അവളെ വശീകരിച്ച് ഇത് ചെയ്താൽ നീ മരിക്കയില്ല, നിങ്ങൾ ഇത് തിന്ന നിമിത്തം നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ പോലെയാകും എന്നുള്ള ഒരു മോഹം അവളുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്തു. ആ മോഹം കേട്ട് അവൾ എന്ത് ചെയ്തു? ഇതങ്ങനെയാണോ, ഞാൻ എൻ്റെ ഏട്ടായിയോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞില്ല. കാര്യം ദൈവത്തിൽ നിന്ന് അരുളപ്പാട് കിട്ടിയിട്ടുള്ള ആർക്കാണ്? ഭർത്താവിനാണ്. അവൾ വിചാരിച്ചു ഇത് വലിയ കൊള്ളാം, ഐഡിയ നല്ലതാണ്, ദൈവത്തെ പോലെ ആകുന്നത് നല്ലതാണെന്ന് വിചാരിച്ചു. അവൾ പറഞ്ഞു ശരി, വാങ്ങി തിന്ന് അവൾ കൊണ്ടുപോയി ഭർത്താവിന് കൊടുത്തു. അത് സംഭവിച്ചപ്പോൾ തേജസ്സിന്റെ പ്രഭയായ ദൈവം തേജസ്സിന്റെ മറവിടത്തിൽ സൂക്ഷിച്ച് തേജസ്സിന്റെ വസ്ത്രം ധരിപ്പിച്ചിരിക്കുന്ന ആ ആദ്യത്തെ ദമ്പതികൾ അവരുടെ തേജസ് വിട്ടുപോയി. അവരെ ഒരു തേജസ്സിന്റെ പ്രഭയിൽ നടക്കുന്നത് കൊണ്ട് അവരേക്ക് അവരുടെ ശരീരത്തിൽ അരളിയ ഉള്ള കാര്യങ്ങൾ, പുറമേയുള്ള അവരുടെ സൃഷ്ടിയിൽ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഒന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഒരു വസ്ത്രം അവരെ പൊതിഞ്ഞിരുന്നു. ആ വസ്ത്രം ദൈവ തേജസ്സിന്റെ വസ്ത്രമായിരുന്നു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി. അങ്ങനെ പാപത്തിന്റെ വഞ്ചനയാൽ അവരുടെ കണ്ണുകളെ തുറക്കുക മാത്രമല്ല, ആ വഞ്ചന സംഭവിച്ചപ്പോൾ തന്നെ അവരുടെ വസ്ത്രം, തേജസ്സിന്റെ വസ്ത്രം അവരെ വിട്ടുപോയി. ഒപ്പം പുത്രത്വവും അതിന്റെ അവകാശവും അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ദൈവം അവരെ പുറത്തിറക്കി വാതിലടച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവ തേജസ് നഷ്ടപ്പെട്ട് അവർ വിവസ്ത്രരാണെന്നും തങ്ങൾ നഗ്നരാണെന്നും അറിഞ്ഞ് അവർ മരത്തിന് പിന്നാലെ ഓടി ഒളിക്കുക. അവിടെ അന്ന് തുടങ്ങി ദൈവം പറയാൻ തുടങ്ങി. ദൈവം വിചാരിച്ചു തൻ്റെ പരിപൂർണമായ ഒരു സൃഷ്ടിയായിരുന്നു ആര്? ആദാം, അല്ലേ? ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഗ്രൂപ്പിൽ ഞാനിന്ന് ഇന്റർനെറ്റിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു നമ്മുടെ TCLJC ഓൺലൈൻ ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാനിത് മുമ്പ് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാനതിനെക്കുറിച്ച് ആധികാരികമായി അറിയത്തില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഉള്ളതാണ് ഒരു വാസ്തവം എന്നറിയാൻ വേണ്ടി ഇന്റർനെറ്റിൽ പരതിയപ്പോൾ വിശ്വവിഖ്യാതനായ ശില്പിയായ മൈക്കൽ ആഞ്ചലോ മോശയുടെ നിർമ്മിച്ചു, ഒരു പ്രതിമ നിർമ്മിച്ചു. ഞാനത് മുമ്പ് വായിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളത് വായിച്ചിട്ടുണ്ടെന്നല്ലാതെ അത് ചരിത്രപരമായി അതിൻ്റെ ഓതന്റിസിറ്റിയെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാനത് പരിശോധിച്ചപ്പോൾ അതിൽ കണ്ടു മൈക്കൽ ആഞ്ചലോ മോശയെ കല്ലിൽ കൊത്തി ഉണ്ടാക്കി. അങ്ങനെ മോശയെ ഉണ്ടാക്കിയതിന് ശേഷം അതിന്റെ പണി മുഴുവൻ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ഒരു ശില്പി ഉണ്ടാക്കാൻ പോകുന്ന ശില്പം ആദ്യം എവിടെ ഉണ്ടാകുന്നേ? അവന്റെ തലച്ചോറിനകത്തല്ലേ? ആണോ? അവൻ ഉണ്ടാക്കുന്ന ശില്പത്തെ അനേക ദിവസങ്ങളിലെ കഠിന അധ്വാനത്തിന്റെയും പ്രയത്നത്തിന്റെയും ശേഷം ഒരു പ്രാകൃതമായ കല്ലിനെ കൊണ്ടുവന്ന് അതിൻ്റെ എക്സ്ട്രാ ഉള്ള ഭാഗങ്ങളെ ചെത്തിക്കളഞ്ഞ് തലയുടെയും ഉടലിൻ്റെയും കൈയുടെയും കാലിൻ്റെയും ഷേപ്പെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ അതത് ഭാഗങ്ങളെ വടുവുകളെ കൃത്യമായി വളരെ സൂക്ഷ്മതയോടെ ഉളി കൊണ്ട് ചെത്തി മിനുക്കി നന്നായി അതിനെ മിനുക്കി ഉരച്ച് ഒരു തിളങ്ങുന്ന രൂപമാക്കി തീർക്കുന്ന വരെയും ആ ശില്പി കഠിനാധ്വാനം ചെയ്യുക ശില്പിയുടെ ചിന്തയിൽ ഉള്ളതാണ്. ദൈവം മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ യുഗങ്ങൾക്കും പിന്നാലെ അനാദിയായി ശാശ്വതമായിരിക്കുന്ന ദൈവത്തിന്റെ ചിന്തയിൽ വാർത്തെടുക്കപ്പെട്ടതാണ് ദൈവത്തിന്റെ പുത്രനായ മനുഷ്യൻ. ഹല്ലേലൂയ. ഈ പണിയാണ് എല്ലാ പ്ലാറ്റ്ഫോമുകളും ഉണ്ടാക്കിയതിനു ശേഷം ദൈവം ഈ മനുഷ്യനെ ഉണ്ടാക്കി ആ ഏദൻ പർദീസിലാക്കുന്നു. അതുപോലെ ഈ മൈക്കലാഞ്ചലോയും മോശയുടെ പ്രതിമ ഉണ്ടാക്കി അതിനിടയിൽ വിശക്കുകയും ദാഹിക്കുകയും ചെയ്തു. പക്ഷെ ഈ ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, ഈ തലയ്ക്കകത്ത് കിടക്കുന്ന ഈ മോശം മിഴിവോടെ നിൽക്കുന്നത് വരെയും ഈ കലാകാരന് വിശ്രമമില്ല. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഈ മോശയുടെ ശില്പം പൂർണ്ണമായി ഉണ്ടാക്കിയതിനു ശേഷം മൈക്കലാഞ്ചലോ നോക്കിയിട്ട് മൈക്കലാഞ്ചലോയ്ക്ക് ഈ ശില്പം എങ്ങനെ തോന്നി? ഇതിൽ ജീവൻ ഉണ്ടെന്ന് തോന്നി. നിങ്ങളത് വായിച്ചു നോക്കണം, ഞാൻ ഡീറ്റെയിൽ എല്ലാം ഇട്ടിട്ടുണ്ട്.
മൈക്കലാഞ്ചലോ പറയണം, മോശെ നീ എന്നോട് സംസാരിക്കുക എന്ന് പറഞ്ഞ് അതിൻ്റെ കാൽമുട്ടിൽ ചുറ്റിയുണ്ടെന്ന് തട്ടി. ഒരു പൊട്ടലുണ്ട് അവിടെ. ഇത് ഇന്ന് റോമിൽ കത്തോലിക്കരുടെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഈ വിഗ്രഹം, ഈ പണി. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അങ്ങനെ അനേക നാളുകൾ കൊണ്ട് തൻ്റെ തലയ്ക്കകത്ത് താൻ തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ തൻ്റെ ഉള്ളിൽ വീണിരുന്ന് ഇസ്രയേലിന്റെ ന്യായാധിപൻ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ന്യായപ്രമാണ ദാതാവായി ഇസ്രയേലിന്റെ വിമോചകനായി ദൈവം അവതരിപ്പിച്ച ഈ മോശയെ കുറിച്ചുള്ള തന്റെ ഭാവനാത്മകമായ ചിത്രങ്ങൾ തന്റെ ഹൃദയത്തിൽ ആവഹിച്ച് അത് അനേക ദിവസങ്ങൾ അത് എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ച് അതിനെ കൊണ്ട് അവസാനം അനേക ദിവസങ്ങളിലെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഉണ്ടാക്കിയപ്പോൾ ആ സ്തൂപം, ആ പ്രതിമ സംസാരിക്കാൻ മാത്രം കുറവുള്ള ഹല്ലേലൂയ ജീവൻ തുടിക്കുന്ന ഒരു അതായി തീർന്നെങ്കിലും ദൈവം ഏദൻ പർദീസയിൽ ഉണ്ടാക്കിയ ആദ്യത്തെ മനുഷ്യൻ അത്രമാത്രം ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു. ഹല്ലേലൂയ. അതിനെയാണ് പിശാച് ഹല്ലേലൂയ മോഹവും വഞ്ചനയുമാകുന്ന തിന്മ കൊടുത്ത് ആ ദൈവത്തിന്റെ പുത്രത്വം എന്നുള്ള തേജസ്സിന്റെ മറയെ, അവകാശത്തെ ഹല്ലേലൂയ എടുത്തു കളഞ്ഞ് അവരെ പുറത്താക്കാൻ കാരണമായി തീർന്നു. അപ്പോൾ ദൈവം മറ്റൊരു പണി ആരംഭിച്ചു. ദൈവം ഒരു പുതിയ സൃഷ്ടിയെ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ദൈവം അവരോട് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ദൈവം ഒരു പരിപൂർണ സൃഷ്ടിയെ വീണ്ടും ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈ പരിപൂർണ സൃഷ്ടിയെ ഉണ്ടാക്കുന്നത് എന്തിനാണ്? ആദാമിനെ റീപ്ലേസ് ചെയ്തിട്ട് ആദാം ഇരുന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവരാനല്ല, ആദാമ്യ വംശത്തെ മുഴുവനും തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് ഉണ്ടാക്കാനിരിക്കുന്ന പ്രതിമയ്ക്ക് സദൃശ്യമാക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ സൃഷ്ടിയുടെ പണി ദൈവം ആരംഭിക്കുക. ഉൽപ്പത്തി 3:15 നമ്മൾ വായിക്കുമ്പോൾ എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1 മുതൽ വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാക്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു പ്രസംഗം പോയി അനേക പ്രസംഗങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് ഞാൻ വേറൊരു വഴിയിലൂടെ അതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഉൽപ്പത്തി എബ്രായ ലേഖനം 1:1 ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം എന്ത് ചെയ്തു? പിതാക്കന്മാരുടെ ഫൗണ്ടേഷനിൽ അബ്രഹാം, ഐസക്, യാക്കോബ് എന്ന പിതാക്കന്മാരുടെ ഫൗണ്ടേഷന്മേൽ ദൈവം ഒരു പുതിയ മനുഷ്യനെ പണിയാൻ തുടങ്ങി. ഹല്ലേലൂയ. അതെങ്ങനെ തുടങ്ങി? അല്പമായി പ്രവാചകന്മാരുടെ പണിതു, ന്യായാധിപന്മാരുടെ പണിതു, പുരോഹിതന്മാരുടെ പണിതു. ഹല്ലേലൂയ. അങ്ങനെ പണിത് ഒടുവിൽ അവനെ ഹല്ലേലൂയ ബേത്ലഹേമിൽ കൊണ്ടുവന്നു. അപ്പോൾ ആ സൃഷ്ടി ആരാണ്? അത് സാക്ഷാൽ ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, കന്യ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കപ്പെടും. അപ്പോൾ ഈ പ്രവാചകന്മാരും അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ പ്രവാചകന്മാരും പുരോഹിതന്മാരും ന്യായാധിപന്മാരും ആയ അടിസ്ഥാനത്തിന്മേൽ ഹല്ലേലൂയ അവസാനം പുത്രൻ എന്ന ആ വ്യവസ്ഥയിലേക്ക് പണിയപ്പെടുന്നത് വരെയുള്ള കാലഘട്ടങ്ങളിൽ ദൈവം ആരംഭിച്ച പണിയാണ് തൻ്റെ തന്നെ സാദൃശ്യം. അതുകൊണ്ടാണ് അവൻ ആരാണ്? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാകുന്നു. അപ്പോൾ ദൈവം ആ തന്നെ ഒരു ഇമേജിലേക്ക് പണിയാനുള്ള പണി ആരംഭിച്ചു. അതിനെ ഉൽപ്പത്തി 3:15 തുടങ്ങി, മോശ തുടങ്ങി, സകല പ്രവാചകന്മാരും എല്ലാ സങ്കീർത്തകന്മാരും ഹല്ലേലൂയ എല്ലാ പുസ്തകങ്ങളും ഒരുപോലെ ആ സൃഷ്ടിയെ പണിയുന്നതിനെ കുറിച്ച് പ്രവചിച്ചു പോകുന്നു. അല്പമായി അവർ പണിയാൻ തുടങ്ങി, അല്ലെങ്കിൽ അവരിലൂടെ ദൈവം ഒരു പുതിയ സൃഷ്ടിയെ പണിയാൻ തുടങ്ങി. അങ്ങനെ ആ പുതിയ സൃഷ്ടി മറ്റാരുമല്ല, സൃഷ്ടാവായ ദൈവം തന്നെ ഒരു സൃഷ്ടിയിലേക്ക് തന്നെ അനേക നാളുകളിലൂടെ പ്രവാചകന്മാരിലൂടെ, പുരോഹിതന്മാരിലൂടെ, ന്യായശാസ്ത്രിമാരിലൂടെ ഹല്ലേലൂയ ആ പുതിയ ബിംബത്തെ പണിയുകയാണ്. ശത്രുവിന്റെ തല തകർത്ത് ആദാമിനെ തിരികെ സ്ഥാപിക്കുന്ന ഒരു പുതിയ പണി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ദി ലോർഡ്. അങ്ങനെ ആ പണിയുമ്പോൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഈ പണി സമാന്തരമായി
ഈ ആദാമ്യ വംശജരും പാപത്തിൽ വീണ് തേജസ്സില്ലാതെ പാപ അന്ധകാരത്തിൽ മുഴുകി, ഹല്ലേലൂയ, സാത്താന്റെ അധികാരത്തിലെ കീഴിൽ അവനായി ഒരുക്കി സ്ഥാപിച്ചിരിക്കുന്ന അഗ്നി നരകത്തിലേക്കുള്ള യാത്രയിലായിരിക്കുമ്പോൾ തന്നെ സമാന്തരമായി ദൈവം പുതിയൊരു മനുഷ്യനെ സൃഷ്ടിക്കുവാനുള്ള പണി ആരംഭിച്ചു. ഹല്ലേലൂയ. ഈ പുതിയ മനുഷ്യനെ കുറിച്ച് പറയുന്നത് അവൻ ദൈവത്തിന്റെ തേജസ്സിന്റെ സകല സമ്പൂർണ്ണതയുമാണ്. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ദ ലോർഡ്. ആമേൻ. അപ്പോൾ അവൻ ആരാണ്? അവനെ കുറിച്ച് ഉത്തമഗീതം 5:10 പറയുകയാണ്. അവൻ ഒന്ന് വായിച്ചേ. My beloved is white and ruddy, the chiefest among 10,000. എന്റെ പ്രിയനോ വെണ്മയും ചുവപ്പുമുള്ളവൻ 10,000-ങ്ങളിൽ. ഹല്ലേലൂയ. അവൻ ആരാണ്? 10,000-ങ്ങളിൽ അതി സുന്ദരനാണ്. ഹല്ലേലൂയ. 10,000 പേരെ കൊണ്ട് നിർത്തിയാൽ അവൻ അവരിലെല്ലാം സുന്ദരനാണ്. എന്റെ പ്രിയൻ. ഹല്ലേലൂയ. ശൂന്യകാരത്തിന്റെ പ്രിയൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഉത്തമഗീതത്തിലെ മണവാട്ടിയുടെ മണവാളൻ ആരാണ്? 10,000-ങ്ങളിൽ അതിസുന്ദരനാണ്. ഹല്ലേലൂയ. ഈ സുന്ദരൻ എങ്ങനെയിരിക്കും? അവൻ വെണ്മയും ചുവപ്പുമുള്ളവനാണ്. അപ്പൊ വെണ്മ എന്താണ്? തന്റെ തേജസ്സിനെ കാണിക്കുമ്പോൾ ചുവപ്പ് എന്താണ്? താൻ മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനായി എടുക്കാൻ പോകുന്ന ന്യായവിധിയുടെ രക്തത്തിന്റെ അടയാളമാണ്. അപ്പോൾ ഒരേ സമയം തേജസ്സിന്റെ പ്രഭയും ന്യായവിധിയുടെ ബലിമൃഗവുമായി ഈ പ്രിയൻ 10,000-ങ്ങളിൽ അതിസുന്ദരനാണ് എന്ന് പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇനി നമുക്ക് വേഗത്തിൽ യെശയ്യാ 53:10-11 വാക്യത്തിലേക്ക് പോകാം. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ബിംബത്തെ, ദൈവം രണ്ടാമത് സ്ഥാപിച്ച ഈ ബിംബത്തെ, ഈ രൂപത്തെ തകർത്ത് കളയാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ്? അവൻ സന്തതികളെ പ്രാപിക്കേണ്ടതിന് വേണ്ടി. ഹല്ലേലൂയ. ഈ തകർച്ചയിലൂടെ, അവനെ കാൽവരിയിൽ തകർത്ത് കളയുന്നതിലൂടെ മാത്രമേ എന്ത് ലഭിക്കുകയുള്ളൂ? വീണുപോയ ആദാമിനെ, സന്തതിയെ കാണുവാൻ കഴിയുകയുള്ളൂ ദൈവത്തിന്. അതുകൊണ്ടാണ് എബ്രായർ 2:14 പറയണം, മക്കൾ വായിച്ചു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരിക്കുന്നവരെ ഒക്കെയും വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയാണ്, അപ്പൻ മക്കൾ. ആരുടെ മക്കൾ? അപ്പന്റെ മക്കൾ. അപ്പൻ ആരാണ്? ദൈവം. എന്നാൽ സൃഷ്ടി നടത്തിയത് ആരാണ്? യേശു പറയാണ്, അല്ലെ, യേശുവിലൂടെയാണ് എല്ലാം സൃഷ്ടിച്ചതെന്ന് പറയാം. അവനിലൂടെയും അവനാലും സകലവും സൃഷ്ടിക്കപ്പെട്ടു. യോഹന്നാൻ 1:3 എബ്രായർ 1:3 ഇവിടെ കൊളോസ്യ ലേഖനം 1:16 പറയുകയാണ്, അവനായിട്ടും അവന് വേണ്ടിയും സകലതും സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ സൃഷ്ടികർത്താവ് ദൈവം ഏദൻ പറുദീസയിൽ സൃഷ്ടിക്കപ്പെടുവാൻ അല്ലെങ്കിൽ വരുവാനിരിക്കുന്ന മെസ്സിഹായുടെ രൂപത്തിൽ ആദാം സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ ആ സൃഷ്ടിച്ചവനായ സൃഷ്ടികർത്താവ്, ഹല്ലേലൂയ, ഇവിടെ ഈ സൃഷ്ടികർത്താവും പിതാവും അതേസമയം വീണ്ടെടുപ്പിൽ പുത്രനുമായിരിക്കുന്ന ദൈവം ഇവിടെ ഈ യെശയ്യാ 53 പറയുകയാണ്, ആ ഇമേജിനെ തകർത്ത് കളയാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അവനെ തകർത്താൽ മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ? ആദാമിനെ അല്ലെങ്കിൽ ആദാമ്യ വംശജരെ തിരിച്ച് തേജസ്സിലേക്ക് നടത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളൊരു വാക്യത്തിൽ അനേകം ഇവരെ കഷ്ടാനായങ്ങൾ പെടുത്തേണ്ടത് ആവശ്യമായിരുന്നു. ആ വാക്യം അവിടെ എബ്രായ ലേഖനത്തിലില്ലേ?
അവൻ ആവശ്യമായിരുന്നു. എബ്രായ ലേഖനത്തിലാണ്, നമുക്ക് നിങ്ങൾ നോക്കി വേണം. ഇതാണ് അതിന്റെ വാക്യം, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അവരുടെ മക്കളെ തേജസ്സിലേക്ക് നടത്തുവാൻ കഷ്ട അനുഭവങ്ങളിൽ തികഞ്ഞവനാക്കേണ്ടത് ആവശ്യമായിരുന്നു. ഒരു വാക്യമുണ്ടല്ലോ, ഇല്ലേ? ഓക്കെ, അപ്പം നമ്മൾ നോക്കിയ എങ്ങനെയാ ബൈബിൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്? എങ്ങനെ ഒരു ട്രീറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിനകത്തുനിന്ന്? എനിക്കറിയില്ല. ഇത് ഉണ്ടാക്കുന്നവന്റെ തലയിൽ എവിടെ നിന്ന് വരുന്നതാണ് സാധനം. അപ്പൊ ഇവിടെ പറയാണ്, ആ ദൈവത്തിന് താൻ സൃഷ്ടിച്ച ഈ സൃഷ്ടിയെ തകർത്ത് കളയേണ്ടത് ആവശ്യമായിരുന്നു. അനേക നൂറ്റാണ്ടുകളിൽ 2000 ചില്ലുവാനും വർഷങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ ഉൽപ്പത്തി മുതൽ നോക്കിയ ഏകദേശം 4000 വർഷങ്ങൾ കൊണ്ട് ദൈവം സമാന്തരമായി ഒരു പുരുഷനെ പണിയുകയാണ്. വെണ്മയും ചുവപ്പുള്ള ഒരു പുരുഷൻ, 10,000ങ്ങളിൽ അതിസുന്ദരൻ, ഒരു കറയും ചുളുക്കവും ഇല്ലാത്തവൻ, ഒരു എന്താ പറയാ, ഒരു തിന്മയുടെ, തെറ്റിന്റെ, ദോഷത്തിന്റെ കണിക പോലും ഇല്ലാത്ത ഒരുവൻ. അവനെയും പരീക്ഷിക്കാൻ ദൈവം പിശാചിനെ ഏൽപ്പിച്ചു കൊടുത്തു, അല്ലേ? അവനെയും പരീക്ഷിക്കാൻ കൊടുത്തു. 40 നാൾ അവന് വിശന്നപ്പോൾ പിശാച് അവന്റെ അടുക്കൽ വന്നു. എവിടെ ബൈബിൾ വായിക്കുന്നതാണ്? എന്തിനു വേണ്ടിയിട്ടാ അവിടെ അയക്കുന്നത്? അവൻ എന്തിനയച്ചു എന്ന് പറയുന്ന മരുഭൂമിയിലേക്ക്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ അവനെ ആത്മാവും മരുഭൂമിയിലേക്ക് നയിച്ചു. ഈ പെർഫെക്റ്റ് സൃഷ്ടിയെ എന്ത് ചെയ്യണം? ഹവ്വയെ പരീക്ഷിച്ചപ്പോ അയ്യോ തന്നേരെ ഞാൻ തിന്നോളാന്ന് മടിച്ച് നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് തിന്നാനാണെങ്കിൽ ഇവിടെ 40 ദിവസം പട്ടിണി ഇരിക്കുന്ന, അല്ലെങ്കിൽ വിശന്ന് വലഞ്ഞിരിക്കുന്ന അവസ്ഥയിലും കൊണ്ടുവന്നപ്പോൾ അവൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഈ കല്ലുകളെ അപ്പമാക്കാൻ പോലും എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ഈ സൃഷ്ടിയെയും ദൈവം പരിശോധനയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പരീക്ഷിക്കപ്പെട്ടിട്ട് അവൻ തോറ്റുപോയില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വായിലെ വചനം കൊണ്ട്, സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ പുരുഷനെ തകർത്ത് കളയാൻ വേണ്ടി ദൈവം 4000 വർഷങ്ങൾ കൊണ്ട് പണിയുകയായിരുന്നു. ഹല്ലേലൂയ. മറുഭാഗത്ത് ആദാമ്യ വംശജർ മുഴുവനാകട്ടെ തിന്മയിൽ നിന്ന് തിന്മയിലേക്കും, അശുദ്ധിയിൽ നിന്ന് അശുദ്ധിയിലേക്കും, വിഗ്രഹാരാധനയിലേക്കും, പാപത്തിലേക്കും, ഹല്ലേലൂയ, സകലമാന ഫിൽത്തിനെസ്സിലും ഹല്ലേലൂയ അവർ വർദ്ധിച്ച് പൊളച്ച് രമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവം അവരെ വീണ്ടെടുക്കുവാനുള്ള മറ്റൊരു ഇമേജിനെ സൃഷ്ടിക്കുവാനുള്ള പണിപ്പുറയിലായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ ഇവനെ കുറിച്ച് പറയുന്നത് വെണ്മയും ചുവപ്പും ഉള്ളവനാണ്. എന്നാൽ 53 നമ്മൾ വായിക്കുമ്പോൾ, അതിന്റെ 1 മുതൽ വായിക്കുമ്പോൾ യെശയ്യാ പറയാണ്, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ച് ഇരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? യേശുക്രിസ്തു ആരാണ്? യഹോവയുടെ ഭുജമാണ്. ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ എങ്ങനെയാണ്? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്നും വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. എങ്ങനെയാ അവൻ ഇവിടുന്ന്? സർവശക്തനായ ദൈവം ഈ സൃഷ്ടിച്ചിരിക്കുന്ന തൻ്റെ ഏകജാതനായ തൻ്റെ വിശേഷ സൃഷ്ടിയായിരിക്കുന്ന ഈ സൃഷ്ടിയെ പോലും വരണ്ട നിലത്ത് വളരുന്ന ചെടി പോലെയാ വളർത്തിയിരിക്കുന്നത്. പുഷ്ടിയിലല്ല. ആമേൻ. എല്ലാ കഷ്ടാനുഭവങ്ങളിലും വളർത്തിക്കൊണ്ടുവരിക. അവനെ വഹിച്ചു കൊണ്ടുപോകുന്ന പ്രവാചകന്മാരാകട്ടെ, പുരോഹിതന്മാരാകട്ടെ, അവരും ഈ വരണ്ട അനുഭവത്തിലൂടെ വന്നവരാണ്. അങ്ങനെ വന്നിട്ട് അവൻ വരണ്ട നിലത്ത് നിന്നും വേർ മുളയ്ക്കുന്ന പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കാത്ത സൗന്ദര്യവുമില്ല. ഇവിടെ ഉത്തമഗീതത്തിൽ പറയുകയാണ് അവൻ 10,000ങ്ങളിൽ അതിസുന്ദരനാണെന്ന് പറയുമ്പോൾ യെശയ്യാവ് കാണുന്നത് എങ്ങനെയാണ്? അവനെ കണ്ടാൽ എന്തില്ല? ആഗ്രഹിക്കത്തക്ക രൂപഗുണമില്ല. പിന്നെ അവനെ കണ്ടവരൊക്കെ എന്ത് ചെയ്യുന്നു പറയുന്നു? അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചുകളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. ഒരു മിനിറ്റ് നിർത്താം. അപ്പോൾ യെശയ്യാവ് കാണുന്ന ഏത് ഭാഗമാണ്? യെശയ്യാവ് കാണുന്ന കാൽവരിയിലേക്കുള്ള യാത്രയാണ്. എന്നാൽ അവൻ ആരാണ്? സാക്ഷാൽ കോമളനാണ്, 10,000ങ്ങളിൽ അതിസുന്ദരനാണ്. അവനെ പോലെ ആരാധ്യനും അവനെ പോലെ ഒരു കമ്പാരിസൺ നടത്താൻ പോലും ആരും ഇല്ല. അങ്ങനെ ഒരുവനെ യെശയ്യാവ് കാണുന്നത് നമ്മുടെ പാപപരിഹാരാർത്ഥം ചോരച്ചാലുകൾ
തല മുതൽ വടുക്കൾ നിറഞ്ഞ് നീര് വെച്ച് വീർത്ത് മനുഷ്യരാരെങ്കിലും കണ്ടാൽ, അറിയാതെ കണ്ടാൽ അയ്യോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന തരത്തിൽ ദൈവം അവനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി തകർത്ത് കളയാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഞാനും നിങ്ങളും അവന്റെ തേജസ് പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. ഒന്ന് ആലോചിക്കണം, ദൈവത്തിന്റെ സ്നേഹം എത്രമാത്രം വലുതാണ്. ആമേൻ. അതുകൊണ്ട് അവനെ ആഗ്രഹിക്കുന്ന സൗന്ദര്യമില്ല, കോമളരൂപമില്ല, അത് മാത്രമല്ല അവനെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ മുഖം തിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മള് നൈജീരിയയിൽ ഒരു പുരുഷനെ 2 പേർ ഇങ്ങോട്ടും കാല് വലിച്ചു കയറുന്ന കണ്ടപ്പോ അയ്യോ എന്ന് പറഞ്ഞ് പിന്നെ നോക്കിയില്ല. അതിനേക്കാളും ഭീകരമായിരുന്നു അത് കാൽവരി. ഇത്രമാത്രം ഭീകരമായ ഒരു അനുഭവത്തിലൂടെ ദൈവം കാൽവരിയുടെ അലടിയ കൊലക്കളത്തിൽ, ആ തീച്ചൂളയുടെ ചൂടിൽ ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആ പുതു സൃഷ്ടിയെ ദൈവം ഇത്രമാത്രം ആദരിക്കാതെ വിട്ടുകളഞ്ഞെങ്കിൽ, ഇത്രമാത്രം നിന്ദനും പരിത്യക്തനും തിരസ്കരിക്കപ്പെട്ടവനും തള്ളപ്പെട്ടവനും അപഹാസ്യനും തകർക്കപ്പെട്ടവനുമാക്കി മാറ്റിയെങ്കിൽ, ഞാനും നിങ്ങളും ആദാം ഉപേക്ഷിച്ച സിംഹാസനത്തിലേക്ക് മടങ്ങാൻ വേണ്ടി എന്റെ ദൈവം ചെയ്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടും. അടുത്ത വാക്യം വായിച്ചു. നാം അവനെ ആദരിച്ചു എന്ന് പറയുന്നത് യെശയ്യാവിടെ പറയുന്നത് തന്റെ ജനമായ ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്. അവരെന്ത് ചെയ്തില്ല? അവനെ ആദരിച്ചില്ല. ആമേൻ. സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുമെന്ന് വിചാരിച്ചു. ജനം വിചാരിച്ചു ഈ മനുഷ്യൻ എന്തൊക്കെയോ വലിയ പാപം ചെയ്തിട്ടാണ്, അതുകൊണ്ട് ദൈവമാണ് ഇവനെ ഇത്തരത്തിലെല്ലാം ദണ്ഡിപ്പിച്ചത്. അതേ ദൈവമാണ്. പക്ഷേ ദൈവത്തിന് അതിന്റെ പിന്നിൽ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. എന്നെയും നിങ്ങളെയും എന്നുള്ള അദമ്യമായ സ്നേഹം, വാക്കുകൾക്ക് വർണ്ണിക്കാൻ കഴിയാത്ത സ്നേഹം. ഈ സ്നേഹം തള്ളിക്കളഞ്ഞിട്ട് തൃത്തക്കാരായ മനുഷ്യരോട് ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ അനേക വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ട് ദൈവത്തെ 3 പീസാക്കി വെച്ച് ഒരു പിതാവ്, ഒരു പുത്രൻ, ഒരു പരിശുദ്ധാത്മാവും എന്ന് പറഞ്ഞ് നിങ്ങൾ വഴിപാടായി ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? എന്നാൽ ഞാൻ പറയട്ടെ, ഈ തേജസ് പ്രഭയിലേക്ക് നടത്തപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാകുകയില്ല. അതിന് ദൈവത്തിനൊരു അടിസ്ഥാനമുണ്ട്. ഹല്ലേലൂയ. ആ അടിസ്ഥാനത്തേക്ക് പിന്നീട് നമ്മൾ വരും. അതുകൊണ്ട് എന്നാൽ അവൻ എന്തിനാണ് മുറിവേറ്റത്? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തമാണ് അവൻ തകർന്നത്. ഓ ഹല്ലേലൂയ. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം ലഭിച്ചുവരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സമാധാനം കെട്ടവരായി, ഏതിനിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരായി അലഞ്ഞു തിരിയുമ്പോൾ, ഹല്ലേലൂയ, മരണം മാത്രവും മുമ്പിൽ ഉണ്ടാകുകയും മരണത്തിന് ശേഷം എന്നേക്കും പുഴുതാകാത്തതും തീകടാത്തതുമായി അഗ്നി നരകത്തിൽ നീന്തി തുടിക്കേണ്ടവരായി ലക്ഷ്യബോധമില്ലാതെ നമ്മൾ നടക്കുമ്പോൾ, നമ്മുടെ സമാധാനം കെട്ടുപോയപ്പോൾ അവൻ സാക്ഷാൽ സമാധാനമായവൻ. ഹല്ലേലൂയ. He is the Prince of Peace. യെശയ്യാ 9:6 പറയാണ്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. ഹല്ലേലൂയ. ആ സമാധാന പ്രഭു, ഹല്ലേലൂയ, അവൻ നമുക്ക് സമാധാനത്തിനായി അവൻ ശിക്ഷ ഏറ്റുവാങ്ങി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം. അപ്പോൾ ഇത്തരത്തിൽ ദൈവം ആ പുതു സൃഷ്ടിയെ കൊണ്ടുവന്ന് കാൽവരിയിൽ തകർത്തതിന് ശേഷം നമ്മൾ വായിക്കേണ്ട യോഹന്നാന്റെ പുസ്തകത്തിൽ സുവിശേഷം 19-ാം അധ്യായം 34-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എങ്കിലും പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, അവന്റെ സാക്ഷ്യം സത്യമാകും. അപ്പോൾ എന്ത് ചെയ്തു? ദൈവം ഇതാ താൻ ഉണ്ടാക്കിയ പുതിയ സൃഷ്ടിയുടെയും
വിലാപ്പുറം കുത്തി തുളച്ചു. അവിടെ നിന്നൊഴുകിയ രക്തത്തിലും വെള്ളത്തിൽ നിന്ന് ഒരു വിശുദ്ധയായ കന്യകയെ ദൈവം ഉണ്ടാക്കി തുടങ്ങി. ഹല്ലേലൂയ. നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിൽ പത്രോസിന്റെ മാളിക മുറിയിൽ നിന്നും പ്രസംഗിച്ചു തുടങ്ങി. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, ഇടയന്മാരും ഗുരുക്കന്മാരും സുവിശേഷകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ഒരു വിശുദ്ധമായ സഭയെ ദൈവം പണി തുടങ്ങി. ഹല്ലേലൂയ. പരിപൂർണ സൃഷ്ടിയെ പണിയാൻ തുടങ്ങി. എങ്ങനെ? ഒരു സൃഷ്ടി തകർന്നപ്പോൾ മറ്റൊരു സൃഷ്ടിയെ നമുക്ക് വേണ്ടി തകർത്തിട്ട് ഒരു ദൈവം ഒരു പരിപൂർണ സൃഷ്ടിയെ പണിയുക. ഈ സൃഷ്ടിയുടെ അടിസ്ഥാനം എവിടെയാണ്? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ ക്രിസ്തു മൂലക്കല്ലായി വിശുദ്ധ സഭയാകുന്ന കാന്ത നിർമ്മല കന്യകയായ മണവാട്ടിയെ ദൈവം പണിയാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് അപ്പുറം ഹല്ലേലൂയ യെരൂശലേമിൽ തുടങ്ങിയ പണിയാ. ആ പണിയുടെ ഉൾക്കാഴ്ച കിട്ടാത്ത എല്ലാ ഉപദേശിമാരും, എല്ലാ സഭകളും, എല്ലാ സംഘടനകളും ഹല്ലേലൂയ വേറെ മണവാട്ടിയെ പണിയുകയാണ്. ഒരുപാട് മണവാട്ടിയില്ലേ? ശരിയായ മണവാട്ടി ആരാണെന്ന് എങ്ങനെ അറിയും? എങ്ങനെയാണ് നാം ശരിയായ മണവാട്ടിയാണോ? എന്നെയും നിങ്ങളെയും ദൈവം പണിയുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ആദ്യത്തെ ഉപദേശം എന്താണ്? ഞാൻ വിശ്വസിക്കേണ്ടത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിലാണോ ഞാൻ പണിയപ്പെടുന്നത്? അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്ന പാപമോചന സ്നാനമേൽക്കാതെ നിങ്ങൾ അങ്ങനെയും ഇങ്ങനെയുമല്ല സ്നാനപ്പെട്ടിട്ട്, അങ്ങനെയല്ല. ദൈവം ഇങ്ങനെയാണ്, ദൈവം മൂന്നായിരിക്കുമ്പോൾ ഒന്നായിരിക്കുമ്പോൾ മൂന്നാണ്, അത് ചിലപ്പോൾ രണ്ടാകും, അങ്ങനെയെല്ലാം പറഞ്ഞ് നിങ്ങൾ പണിയുന്ന ഈ മണവാട്ടിയുണ്ടല്ലോ, ഹല്ലേലൂയ, അവൾ മണവാട്ടിയല്ല. ആമേൻ. അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? അപ്പൊ അടിസ്ഥാനം എങ്ങനെയായിരിക്കണം? അടിസ്ഥാനം അപ്പസ്തോലികമായിരിക്കണം. അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശത്തിന് വിപരീതമായി അവർ വാക്കിനാലോ ലേഖനത്താലോ നമുക്ക് ഉപദേശിച്ച പ്രമാണങ്ങളെ മുറുകെ പിടിക്കാതെ പിൽക്കാലങ്ങളിൽ അതിനകത്ത് നുഴഞ്ഞു കയറിയ കള്ളന്മാർ ഉണ്ടാക്കിയ ഉപദേശങ്ങളെ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോയിട്ട് അതിൽ നിന്ന് ശാഖകളും ഉപശാഖകളും ഉണ്ടായി നിങ്ങൾ അതിൽ നിന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ കൂട്ടായ്മകളുണ്ടല്ലോ, അതൊന്നും അപ്പസ്തോലികമല്ല, അതൊന്നും ദൈവികമല്ല. അതിലൊന്നും ഹല്ലേലൂയ ഒടുവിൽ ക്രിസ്തുവിന്റെ കാന്ത എന്ന് പറയാൻ കഴിയുകയില്ല. അപ്പോൾ കർത്താവ് എങ്ങനെയാണ് തന്റെ കാന്തയെ ഉണ്ടാക്കിയത്? ഹല്ലേലൂയ. എഫേസ്യർ 2:10 പറയുകയാണ്, അവനെ നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി എന്ന് പറയാം. നാം അവന്റെ കൈപ്പണിയായി, ദൈവത്തിന്റെ വചനത്തിന്റെ പണിയായി, സൽപ്രവർത്തികളായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്ന ഒരു പുതിയ സൃഷ്ടിയാണ് നാം. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. എന്ന് പറയുമ്പോൾ പഴയതെല്ലാം അടുക്കി കെട്ടി അലമാരി വെക്കുക, കുറെ കാലം കഴിയുമ്പോൾ ശരീരം മെലിയുമ്പോൾ എടുത്ത് അതെല്ലാം ഇടുന്ന രീതിയിലല്ല. പഴയത് കഴിഞ്ഞുപോയി, പാസ്റ്റ് ഈസ് പാസ്ഡ് അവേ, കടന്നുപോയി. ഇനി ഒരു തിരിഞ്ഞു നോട്ടമില്ല. ഇനി നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. എങ്ങനെയാണ് ആ പുതിയ സൃഷ്ടി? ഹല്ലേലൂയ. ഇവിടെ പറയാണ് ആ പുതിയ സൃഷ്ടി 1 കൊരിന്ത്യർ 3:16 പറയാണ്, ആ മന്ദിരം നിങ്ങൾ തന്നെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മന്ദിരമാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ആ മന്ദിരം നിങ്ങൾ തന്നെയാണ്. ദൈവത്തിന്റെ ആത്മാവിനെ വസിക്കാനുള്ള മന്ദിരമാകും നിങ്ങൾ. 1 കൊരിന്ത്യർ 3:16. എഫേസ്യ ലേഖനത്തിലേക്ക് വേഗത്തിൽ നമുക്കൊന്ന് പോകാം. എഫേസ്യ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. നിർത്തി വായിക്കാം. നമുക്ക് ഒരു 14 കൂടി വായിക്കാം. ഇവിടെ വായിച്ചേ. അവൻ നമ്മുടെ, ഇവിടെ ഏഷ്യാവ് എന്താ പറഞ്ഞേ? അവൻ നമുക്ക് സമാധാനം ഉണ്ടാക്കിയല്ലേ? അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി
വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. അതായത് മനുഷ്യനും ദൈവത്തിനും തമ്മിൽ വേർതിരിക്കുന്ന ഒരു വലിയ കൽച്ചുവരനെ നമ്മുടെ കർത്താവ് ഇടിച്ചു കളഞ്ഞു. എങ്ങനെ? തന്റെ മരണത്താൽ ഇടിച്ചു കളഞ്ഞു. അങ്ങനെ ആ ദൈവം മക്കൾ ജഡത്തിലും രക്തത്തിലും വന്നപ്പോൾ അപ്പനും ജഡത്തിലും രക്തത്തിലും വന്നു. രണ്ടാമതൊരുവനല്ല, സൃഷ്ടികർത്താവായ ദൈവം തന്നെയാണ് മക്കൾ ജഡത്തിലും രക്തത്തിലും വീണുപോയപ്പോൾ ജഡത്തിൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ജഡധാരിയായി വെളിപ്പെട്ടു വന്നവൻ തന്റെ ജഡത്തിൽ കഷ്ടം അനുഭവിച്ച് ആത്മാവിൽ നീതീകരിക്കപ്പെട്ട് തേജസ്സിൽ എടുക്കപ്പെട്ടുവെങ്കിൽ അത് മറ്റൊരുവനല്ല, അപ്പൻ തന്നെ ജഡത്തിൽ വന്നാണെന്ന് എബ്രായർ 2:14 പറയുന്നു. അല്ലെങ്കിൽ ഞാൻ അത് പറയാൻ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ട് വേറെ വഴിക്ക് പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ അവൻ എന്ത് ചെയ്തു? അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അവൻ എന്ത് ചെയ്തു? ന്യായപ്രമാണം കൊടുക്കപ്പെട്ട ഇസ്രായേൽ ജനതയെയും ന്യായപ്രമാണമില്ലാത്ത ജാതികളെയും ഈ ഒരേ കുരിശിൽ വെച്ച് ഒന്നാക്കി തീർത്തു. വേറെ വഴിയിലൊന്നുമില്ല. ന്യായപ്രമാണം വഴിക്കല്ല അത് ഒന്നാകുന്നത്, കുരിശിലാണ് ഒന്നാകുന്നത്. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ അവൻ തന്റെ ജഡത്താൽ വേർപാടിനെ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിക്കുക. അപ്പോൾ ഈ പുതുമനുഷ്യനാണ് വിശുദ്ധ സഭ. ഈ വിശുദ്ധ സഭയിൽ ദൈവം തന്റെ ശരീരത്തെ തകർത്തുകൊണ്ട് മനുഷ്യനും ദൈവവുമായി സമാധാനം സ്ഥാപിച്ചുകൊണ്ട് ഒരു പുതു മനുഷ്യനെ സൃഷ്ടിക്കുക. ഈ പുതു മനുഷ്യൻ അവന്റെ പഴയ വാസനകളിൽ നിന്ന് മാറി അകതാരിൽ ക്രിസ്തു ജനിച്ചവനായിരിക്കണം. ഹല്ലേലൂയ. അവനിൽ ക്രിസ്തു വളരണം. യോഹന്നാൻ പറഞ്ഞ പോലെ അവനോ വളരണം, ഞാനോ കുറയണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവൻ വന്ന് ദൂരത്തായിരുന്ന ഇല്ലാതാക്കി. ഇതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അപ്പോൾ തന്റെ വിശുദ്ധ ശരീരം തകർത്തുകൊണ്ട് ആ ശരീരത്തിലേക്ക് മോശയുടെ ന്യായപ്രമാണ അവകാശികളെയും കൃപയുടെ അവകാശികളായി ദൈവം ലോകസ്ഥാപനത്തെ മുൻനിയമിച്ച് നമ്മളെയും ഇനി വരുവാനിരിക്കുന്നവരെയും എല്ലാം ഒരുപോലെ കാൽവരി ക്രൂശിൽ ഒന്നാക്കി തീർത്തു. ഈ ക്രൂശിനെയും യേശുവിനെയും മരണത്തെയും ഇല്ല, യേശു മരിച്ചിട്ടില്ല, യേശു കാശ്മീരിലാണെന്ന് പഠിപ്പിക്കുന്ന എല്ലാം പിശാചിന്റെ പണിയാണ്. ഹല്ലേലൂയ. യേശു മരിച്ചിട്ടില്ലേ പിന്നെ നമ്മുടെ പ്രസംഗം എന്താണ്? വ്യർത്ഥം ആണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു അങ്ങനെ അവൻ വന്ന് ദൂരത്തായിരുന്നു നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിന്റെ പക്കലേക്ക് എന്തുണ്ട്? പ്രവേശനമുണ്ട്. വേഗം വായിക്കാം. എബ്രായർ 10:19. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഹല്ലേലൂയ കാപട്യമില്ലാതെ പരമാർത്ഥ ഹൃദയത്തോടെ കടന്നു വരണം എന്ന് ദൈവത്തിന്റെ വചനം പറയും. എങ്ങനെ കടന്നു വരും? നാം അടിസ്ഥാന പ്രമാണത്തെ നമ്മൾ ഉൾക്കൊള്ളാതെ ബൈപ്പാസ് ചെയ്ത് കടന്നു വരാൻ കഴിഞ്ഞാൽ ഇതിലേക്ക് കടന്നു വരാൻ കഴിയില്ല. കാരണം എഫേസ്യർ 4:11 പറയുകയാണ്, ദൈവം സഭയിൽ അപ്പോസ്തലന്മാർ, പിന്നെ പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഗുരുക്കന്മാർ, അതായത് ടീച്ചേഴ്സ്, പാസ്റ്റേഴ്സ്, ഇവാഞ്ചലിസ്റ്റ്, അപ്പോസ്റ്റൽസ് ആൻഡ് എന്ത് ചെയ്യുന്നു? പ്രോഫറ്റ്സ്. ഇത്രയും ആളുകളെ നിയമിച്ചു. ഈ 5 വിധ മിനിസ്ട്രി ആരംഭിക്കപ്പെട്ട യെരുസലേമിൽ ആരംഭിക്കപ്പെട്ട സത്യസഭയുടെ അടിസ്ഥാന ഉപദേശമായ പാപമോചന സ്നാനം നിഷേധിച്ചിട്ട്, ദൈവം ഏകനാണെന്നുള്ള സത്യം നിഷേധിച്ചിട്ട് നിങ്ങൾ സമാന്തരമായി പണിയുന്നതെല്ലാം അഗ്നിപ്പൊയ്കയിൽ ഇരയായി തീരും. ആമേൻ. ഈ സത്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വായിച്ചത്, അതുകൊണ്ട് നമുക്ക് വേണ്ടി തന്റെ ശരീരം തന്നെത്താൻ അർപ്പിച്ച യാഗം അർപ്പിച്ച മഹാപുരോഹിതൻ അവിടെ ഉണ്ട്. എവിടെ? സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്, പിന്നാലെ വരുന്ന നമ്മെ ചേർക്കാൻ വേണ്ടി. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം ഫിലിപ്പി ലേഖനം
അതിൻ്റെ 3-ാമത്തെ അധ്യായം ഫിലിപ്പിയർ 3:21. അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്മയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. എങ്ങനെ? വെണ്മയും ചുവപ്പുള്ള ആ തേജോമയനായവൻ തന്റെ കാൽവരി ബലി നിമിത്തം തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, വചനത്തിന്റെ വ്യവസ്ഥകൾ പാലിച്ചനുസരിക്കുന്നവർക്ക് തന്റെ മഹത്വമുള്ള ശരീരത്തോട് നമ്മുടെ ഈ വീഴ്ചയുള്ള താഴ്ചയുള്ള ശരീരത്തെ രൂപാന്തരപ്പെടുത്തും എന്ന് പറയുകയാണ്. 1 Corinthians 15:24 വായിക്കാം. 1 Corinthians 15:24. എല്ലാവരും പ്രവചിക്കുന്നു എങ്കിലോ 1 Corinthians 15:24. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയ ശേഷം 15:24 എന്നിട്ട് അതല്ല ഞാൻ വായിക്കാൻ പറഞ്ഞ ഒരു വിറ്റ്. പിന്നെ അവസാനം അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം 28 വായിക്കണ്ടേ? 28 അല്ല, ഒരു മിനിറ്റ്. അവിടെ ഇങ്ങനെ തന്നെ തേജസ്സുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തുന്നു. 1 Corinthians 15. ആ 47 സോറി. രണ്ടാം മനുഷ്യൻ തുടങ്ങി 48 മുതൽ വായിച്ചു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നും മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. അപ്പം മണ്ണുകൊണ്ടുള്ള ആദാമിന്റെ പ്രതിമയാണ് ഇപ്പോൾ നമ്മൾ. ഈ നമ്മൾക്ക് കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവത്തിന്റെ അത്യുത്തമമായ സൃഷ്ടിയുടെ ആ സൃഷ്ടിയെ ദൈവം തകർത്ത് നമുക്ക് ജീവൻ ഉണ്ടാകാനും സമാധാനം ഉണ്ടാകാനും തകർത്ത് ആ തകർച്ചയിൽ അവന്റെ മരണം മുഖാന്തരം അവനിൽ വിശ്വസിക്കുന്ന നിമിത്തം നാമും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ പ്രതിമയായി രൂപാന്തരപ്പെടും. എളുപ്പമുള്ള കാര്യമല്ല. ഹല്ലേലൂയ. പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്ന സഭയ്ക്കകത്ത് ഇത് സാധ്യമല്ല. കാരണം കർത്താവിനോടുകൂടെ നമ്മൾ പോകണമെങ്കിൽ കഷ്ടം എന്ത് ചെയ്യണം? സഹിക്കണം എന്നാണ് ബൈബിൾ പറയുന്നല്ലേ. നാം അവന് വേണ്ടി കൂടെ കഷ്ടം സഹിക്കണം എന്നാണ് പറയുന്നത്. കഷ്ടമില്ലാത്ത, സന്തോഷം മാത്രമുള്ള, നന്മ മാത്രം, ഭൗതിക സമ്പത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തുള്ള ധാരാളം സഭകൾ നമുക്കുണ്ട്. ആ സഭയിലൊന്നും ഒരു കഷ്ടത്തെക്കുറിച്ചല്ല പഠിപ്പിക്കുന്നത്. നമ്മൾ പ്രസംഗിക്കുന്ന പോലെ ആഴമേറിയ ദൈവിക മർമ്മങ്ങൾ എന്തില്ല, അവിടെ പഠിപ്പിക്കാറില്ല. നമ്മൾ പഠിപ്പിക്കാൻ മിടുക്കരായതുകൊണ്ടല്ല, ദൈവം നമ്മളെ അതിന് യോഗ്യരായതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയാൻ ഇടയായിത്തീരും. അപ്പോൾ ഈ എങ്ങനെയാണ് നമ്മൾ വായിക്കുക? ഒരു ഗോൾഡ് സ്മിത്ത്, സ്വർണ്ണപ്പണിക്കാരൻ ആഭരണം പണിയാൻ വേണ്ടി അവൻ ഉപയോഗിക്കുന്ന സ്വർണത്തെ എങ്ങനെയാണ് ആദ്യമായിട്ട് അവൻ എടുത്തുകൊണ്ടിരുന്നത്? എങ്ങനെയാണ്? ആദ്യം അവൻ്റെ കൈ കെട്ടിയ ഉരുപ്പടി, അത് ചിലപ്പോൾ ഒരു പഴയ ഓർണമെന്റ് ആണെങ്കിൽ ആദ്യം അതിനെ എന്ത് ചെയ്യും? നല്ല ചൂടിൽ നിന്ന് കത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിനകത്തുള്ള എടുക്കുന്ന ചെളിയൊക്കെ വിട്ടുപോകും. പിന്നെ അവൻ കത്തിച്ചു കഴിയുമ്പോഴേക്കും ഒരു ലെവൽ വരെയുള്ള മാലിന്യം പോയി. നല്ല ചൂടിലിട്ട് കത്തിക്കുമ്പോഴാണ്. രണ്ടാമതായി ഇയാൾക്ക് പണിയാനുള്ള ഓർണമെന്റ് പണിയണമെങ്കിൽ ഈ ചെളി കളഞ്ഞു കൊടുത്താൽ മതിയോ? പോരാ. അയാൾ എന്ത് ചെയ്യും? അതിനെ 400 ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് അതിനെ എന്ത് ചെയ്യും? ഉരുക്കും. മറ്റത് കത്തിക്കരുത്. അങ്ങനെ ഉരുക്കി കഴിയുമ്പോഴേക്കും ഈ സ്വർണം എന്തായി തീരും? ഒരു എന്ത് ഫോമിലേക്ക് മാറും? ലിക്വിഡ് ഫോമിലേക്ക് മാറും. ഈ ലിക്വിഡ് ഫോമിലേക്ക് മാറിക്കഴിയുമ്പോൾ
ഈ സ്വർണം പിന്നെ ഈ ലിക്വിഡ് ഫോമിൽ നിന്നും ഇതിനെ ഒരു കമ്പിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തകിടിന്റെയോ ഷേപ്പിലേക്ക് മാറ്റാനുള്ള ഒരു എന്തിലേക്ക് ഒഴിക്കും? ഒരു മൂശ അല്ലെങ്കിൽ അച്ചിലേക്ക് ഒഴിക്കും. അപ്പോൾ അതിനൊരു ഷേപ്പ് വരും. ഇനി അടുത്ത പണിയാണ് എന്ത് ചെയ്യേണ്ടത്? ഇതിനകത്തുനിന്ന് ഈ വന്നിരിക്കുന്നതിനകത്ത് കിട്ടം മാറ്റിയിട്ട് ശേഷം ഇതിൽ പണിയാനുള്ള അളവിലുള്ള മറ്റ് മൂലകങ്ങൾ ചെമ്പോ വെള്ളിയോ ചേർത്തിട്ട് ഇതിനെ വീണ്ടും ചൂട് ഉരുക്കി ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവന്നിട്ട് അവൻ അതിനെ പണിയുന്നു. ഈ പണിയുന്നതിന് മുമ്പായി ഈ സ്വർണത്തെ അവൻ കല്ലിൽ വെച്ച് എന്ത് ചെയ്യും? അടിക്കും, അല്ലേ? അടിച്ചു പരത്തുമ്പോ പരത്തിയിട്ട് പറയുകയാണ് ഈ സ്വർണ്ണക്കൊല്ലൻ അല്ലെങ്കിൽ ഈ മൂശാരി അവസാനം എന്ത് ചെയ്യണം? അത് തിളങ്ങുന്നത് അയാളുടെ മുഖം അതിന്മേൽ കാണുമ്പോഴാണ്. അതുപോലെ കർത്താവ്, ഹല്ലേലൂയ, കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത്, ഹല്ലേലൂയ, നാം ഈ ഇങ്ങനെ അവന്റെ കൈപ്പണിയായിട്ട് അവന്റെ പുതിയ സൃഷ്ടിയായി തേജസ്സിന്റെ പണിക്കായി പണിയേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മളെ പണിയുമ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്ന, ശരിയായ സുവിശേഷം പ്രസംഗിക്കുന്ന ഇടങ്ങളിൽ എന്തുണ്ടാകും? അവിടെ സുഖിപ്പിക്കുന്ന വർത്താനൊന്നും പറയോ? ഒരു യഥാർത്ഥ പണിക്കാരന്റെ ജോലി ഈ തട്ടാന് സ്വർണം നോക്കുമല്ലോ, അല്ലെങ്കിൽ അത് ഉരുകുമ്പോൾ ചൂടാവുമല്ലോ എന്ന് ഓർത്തിട്ട് അവനെ പണി ചെയ്യാതിരിക്കാൻ പറ്റുമോ? അവനെ പണി ചെയ്യണം, അല്ലേ? അപ്പോൾ യഥാർത്ഥ ദൈവവേലക്കാരൻ ദൈവസഭയ്ക്ക് അകത്ത് വരുമ്പോൾ ഈ കടന്നു വരുന്ന വിശ്വാസിയുടെ കുറവ് തീർത്ത് പണിയണമെങ്കിൽ എന്ത് ചെയ്യണം? പത്രോസ് പ്രസംഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്നാ പറഞ്ഞേ? ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അപ്പൊ കുത്തുകൊണ്ടവരെന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ടു. എല്ലാവർക്കും കുത്തുകൊണ്ട് മാനസാന്തരപ്പെട്ടവർ മാത്രമേ എന്ത് ചെയ്തു? രക്ഷ പ്രാപിച്ചു. കുത്തുകൊണ്ടവൻ തിരിച്ചു പോയ ഒരാളുകൾ ഒരുപാടുണ്ടാവും, അല്ലേ? അപ്പൊ ഇങ്ങനെ ആണ് ദൈവം തൻ്റെ വിശുദ്ധ സഭയെ പണിയുന്നത്. ആ സഭയ്ക്ക് കുറവില്ലാതിരിക്കേണ്ടതിന്, ആ സഭയ്ക്ക് തേജസ് ഉണ്ടാകേണ്ടതിന്, ആ സഭ ദൈവത്തിന്റെ മുമ്പിൽ ഒരു കന്യകയായി നിൽക്കേണ്ടതിന്. നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തുവെന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ നമുക്ക് നമ്മൾ പോയി ആദ്യത്തെ മണവാട്ടിയുടെ അടുക്കലേക്ക് പോകുക. ആദ്യത്തെ ആദാമിന്റെ മണവാട്ടിയിലെ എന്ത് ചെയ്തു? സർപ്പം ഉപായത്താൽ അവനെ ചതിച്ച പോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഭയപ്പെട്ടതുപോലെ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ദൈവം എങ്ങനെ നഷ്ടപ്പെട്ടു പോയ ആദാമിനെ വീണ്ടെടുക്കാൻ വേണ്ടി എരിവോടെ എരിഞ്ഞ് അവൻ ഈ പരിപാടിയെല്ലാം ചെയ്തുവെങ്കിൽ അതേ എരിവോടെ ഞാനും നിങ്ങൾക്ക് വേണ്ടി എരിയുകയാണ്. ഞാനൊരു മൂന്നാമന്റെ സ്ഥാനത്തു നിന്ന് ഞാൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി ക്രിസ്തുവിന്റെ പ്രത്യക്ഷയുടെ നാളിൽ അവനെ നിങ്ങളുടെ മുമ്പാകെ ഏൽപ്പിക്കും. പൗലോസിന്റെ മിനിസ്ട്രിയുടെ പവർ നോക്കണം. പൗലോസാണ് നമ്മളെ പണിത് ആലലിയ നിർമ്മല കന്യകയാക്കി ദൈവത്തിന് മുമ്പിൽ നിർത്താൻ പോകുന്നത്. ആമേൻ. വായിച്ചോ. അങ്ങനെ എഴുതിയിരിക്കുന്നു. എന്നാൽ എങ്ങനെ ഒന്നാമത്തേവന്റെ ഭാര്യയെ പിശാച് വഞ്ചിച്ച് ആ കുടുംബത്തെ തകർത്തു എന്നതുപോലെ നിങ്ങൾ ക്രിസ്തുവുമായി ഒന്നായിരിക്കാതിരിക്കേണ്ടതിന് നിങ്ങളെ പലവിധമായ ഉപദേശത്തിന്റെ കാറ്റിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിച്ച് അത് കിട്ടും ഇത് കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങളെ വഞ്ചിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. 1-ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ തന്നെ വഞ്ചന പുറത്തു വന്നു. ഇന്ന് വഞ്ചനയുടെ പെരുന്നാളാണ്. സത്യം പറയുന്നവരെ വഞ്ചനക്കാരെല്ലാം ചേർന്നിട്ട് പറയും ദാ വഞ്ചകൻ, അല്ലേ? സാധാരണ ഈ ബുദ്ധിയുള്ള കള്ളന്മാരെ എന്താ ചെയ്യുന്നത്? കള്ളനെ ഓടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ കള്ളൻ തിരിഞ്ഞു നിന്നിട്ട് ഈ ഓടിച്ചവനെ കള്ളനാക്കും, അല്ലേ? അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഓടാൻ തുടങ്ങും. അപ്പം ഈ പരിപാടിയാണ് ഇന്നത്തെ കാപട്യ സഭകളും വഞ്ചിക്കുന്ന സഭകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ പൗലോസ് എന്നിട്ട് പറയുകയാണ്, എങ്ങനെയാണ് നിങ്ങൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എങ്ങനെയാ സംഭവിക്കാൻ പോകുന്നത്? പല ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യും? ഒരുത്തൻ വന്നിട്ട്
ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുക. അപ്പോസ്തലന്മാരെ പ്രസംഗിച്ച യേശു ത്രിത്വത്തിലെ രണ്ടാമനാണോ? അവർ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഒരു പുസ്തകം ഇവിടെ ഉണ്ട്. ആ പുസ്തകത്തിലെ ഓരോ വരിയിലും തൃത്വം. അപ്പൊ എങ്ങനെ ഇവിടെ വന്ന് എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പൊ പറയാൻ സമയമില്ല, ഒരുപാട് സമയം വേണം അതിന് വേണ്ടിയിട്ട്. നമ്മളെ ഡിബേറ്റ് ചെയ്തു പോകും. അപ്പം അപ്പോസ്തലന്മാർക്ക് ആർക്കും ദൈവത്തിലെ ആളുകൾ വേറെ ഉണ്ടായിരുന്നോ? അവർക്കൊരു ദൈവമേ ഉള്ളൂ. അപ്പോസ്തലനായ പൗലോസിനാകട്ടെ, പത്രോസിനാകട്ടെ, യാക്കോബിനാകട്ടെ, യോഹന്നാനാകട്ടെ, ആർക്കും വേറൊരു ദൈവം ഉണ്ടായിരുന്നില്ല. പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്കാകട്ടെ, പഴയ നിയമത്തിലെ അബ്രഹാം, ഇസ്ഹാക്ക് തുടങ്ങിയ പേട്രിയാർക്ക് അല്ലെങ്കിൽ പിതാക്കന്മാർക്കാകട്ടെ, അവർക്കൊരു ദൈവം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എങ്ങനെയാണ് മനുഷ്യന് ഇതിനകത്ത് 3 ദൈവം ഉണ്ടായത്? എങ്ങനെയാണ് ഇന്നത്തെ സഭകൾക്ക് ഇതിനകത്ത് 3 ദൈവം ഉണ്ടായത്? എങ്ങനെയാണ് നിങ്ങൾ അപ്പോസ്തലന്മാരെ അപ്പോസ്തലനായ പൗലോസ് പറയാണ് ആ യേശുവാണ് ജഡത്തിൽ വെളിപ്പെട്ട ദൈവം എന്നാ പറഞ്ഞത്, അല്ലേ? എത്ര ഉപദേശങ്ങൾ പറഞ്ഞു. അവൻ ആരാണ്? അവനെ കുറിച്ച് പറയാണ് തീത്തോസിന്റെ ലേഖനം, തീത്തോസ് 2 12-ാമത്തെ വാക്യം. അവൻ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത. പൗലോസിന്റെ 2-3 മഹാദൈവമുണ്ടോ? ഒരു ദൈവമുണ്ട്, അല്ലേ? താൻ ന്യായപ്രമാണ കാലത്ത് സേവിച്ച യഹോവ എന്ന നാമമുള്ള ദൈവവും പിന്നീട് ആത്മാവിനാൽ വെളിപ്പെട്ട യേശു ക്രിസ്തുവാണ് ആ യഹോവ എന്ന് വെളിപ്പെട്ട ആ യേശുവിനെ കുറിച്ച് അവൻ വന്ന് പറയുകയാണ് അവൻ മഹാദൈവമാണ്. ഇതേ പുസ്തകം കയ്യിൽ വെച്ചിട്ട് പറയുകയാണ് യേശു കുട്ടി ദൈവമാണ്, 2ാമത്തെ ദൈവമാണെന്ന് പഠിപ്പിക്കുമ്പോൾ ആരാണ് ഈ വഞ്ചനയ്ക്ക് അവരെ പ്രേരിപ്പിക്കുന്നത്? അവരുടെ സമുദായത്തിന്റെ സംഘടനയ്ക്കും അങ്ങനെ നിൽക്കാൻ കഴിയുള്ളൂ. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. കാരണം ബൈബിൾ പറയാണ് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു ഗലാത്യ സഭയെ സ്വതന്ത്രമാക്കിയതുപോലെ നമ്മെ എന്ത് ചെയ്തു? ദൈവം സ്വാതന്ത്ര്യത്തിനായിട്ട് സ്വതന്ത്രമാക്കി. നമ്മൾ ഏതെങ്കിലും ത്രിത്വ സഭയുടെ അടിമത്തത്തിന് കീഴിലല്ല. നമ്മൾ ആരെയും അടിമകളല്ല. ആർക്കും വേണ്ടി ഒന്നും ചെയ്യേണ്ട. കാരണം അവരെല്ലാം ഇന്നും കർത്താവദാസൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു മൂടുപടത്തിലൂടെയാണ് ബൈബിളിനെ കാണുന്നത്. അതിനകത്ത് അവർക്ക് പരിമിതികളുണ്ട്. അവർക്ക് കർത്താവിനെ കാണാനും അറിയാനും കഴിയുന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ നാം ആയിരിക്കേണ്ടതിന് ദൈവമാണ് നമ്മെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇത്തരത്തിലാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു വാക്യോട് വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരുപാട് വാക്യങ്ങളൊക്കെ ഞാൻ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെയാണ് നമുക്ക് വായിക്കേണ്ടത്. എഫേസ്യ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം, 26-ാമത്തെ വാക്യം. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ദൈവത്തിന്റെ ആദ്യത്തെ സൃഷ്ടിയെയും ദൈവം സ്വന്തം കരവേലകൾ ഉണ്ടാക്കി. ആ സൃഷ്ടിയുടെ സൈഡിൽ നിന്ന് ഒരു മണവാട്ടി അവൻ ഉണ്ടാക്കി. 2ാമത് ആ സൃഷ്ടി വീണുപോയപ്പോൾ ദൈവം ഒരു പൂർണ്ണ സൃഷ്ടിയെ കൊണ്ടുവന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ. ആ സൃഷ്ടിയെയും കാൽവരിയുടെ കൊലക്കളത്തിൽ തിരുവിലാവിൽ നിന്ന് ഒരു വിശുദ്ധ മണവാട്ടിയെ ഉണ്ടാക്കി അവന് തന്നെ മുൻനിർത്തേണ്ടതിന് അവന്റെ പരമയാഗത്താൽ നാം കറയും ചുളുക്കം മാലിന്യം ഏതുമില്ലാതെ അവന്റെ മുമ്പാകെ നിൽക്കേണ്ടതിന് നമുക്ക് വേണ്ടി അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. തന്നെ നമുക്ക് വേണ്ടി കാൽവരിയുടെ കൊലക്കളത്തിൽ ഏൽപ്പിച്ച് നമ്മെ നിഷ്കളങ്കയായി നിർത്തേണ്ടതിന്, നിർമ്മല കന്യകയായി നിർത്തേണ്ടതിന്, അവന്റെ വരവെങ്കിൽ അവന്റെ കാന്തയായിരിക്കേണ്ടതിന്, വിശുദ്ധയായിരിക്കേണ്ടതിന് നാം ആരും ഒന്നും ചെയ്തില്ല. എപ്പോഴും ചെയ്യുന്നത് ദൈവം മാത്രമാണ്. ഹല്ലേലൂയ. ദൈവമാണ് നമ്മെ ഇന്നിങ്ങനെ ഇവിടെ വരുത്തിയത്. ദൈവമാണ് നമ്മെ ഇങ്ങനെ ഒരു മീറ്റിങ്ങിലേക്ക്, ഇങ്ങനെ ഒരു വചനത്തിന്റെ വെളിപ്പാടിലേക്ക്, ആലോചനയിലേക്ക് നടത്തിയത്. ആ ദൈവത്തിന്റെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നൊരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അന്യവും വിവിധമായ ഉപദേശങ്ങൾക്ക് പോകരുത്. 2 കൊരിന്ത്യർ 11 തിരികെ ഒന്നുകൂടെ വായിക്കാം. അതുകൊണ്ട് മറ്റൊരുത്തൻ വന്നിട്ട് ഞങ്ങൾ പ്രസംഗിക്കാത്ത ഒരു യേശുവിനെ പ്രസംഗിച്ചാൽ
യേശു തൃത്വത്തിലെ രണ്ടാമനാണെന്ന് വന്ന് പറയുമ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവിനെയും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറെ സുവിശേഷങ്ങൾ ലഭിക്കുക ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം എന്ന് പൗലോസ് പറയുക. നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്ന് ഓരോരുത്തരും വന്ന് ഞങ്ങൾ പഠിപ്പിക്കാത്ത ഒരു യേശുവിനെ, ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു ആത്മാവിനെയൊക്കെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ ആശ്ചര്യം തോന്നുന്നു. കാരണം അവരൊരുപാട് അധ്വാനിച്ചതാണ് ഈ സഭകളിൽ. ഇവിടെ എല്ലാം പോയി നമ്മളെപ്പോലെ നല്ല നല്ല കോട്ട് സൂട്ട് വിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു പുഷ്പട്ടം സ്റ്റാർട്ട് ചെയ്ത് പോകാൻ ബൈക്കിലോ അല്ലെങ്കിൽ ഒരു കാറിലോ കയറിയിരുന്ന് സുഗമമായ റോഡുകളിലൂടെ നല്ല സംഗീതം ആസ്വദിച്ച് നല്ല ആഹാരം പോകുന്ന വഴിയിൽ കഴിച്ചിട്ടൊന്നും അല്ല അവർ ഈ ക്രിസ്തുവിനെ ആദ്യകാല സഭയ്ക്കകത്ത് ഓരോരുത്തരുടെ ഹൃദയങ്ങൾ ഉരുവാക്കിയത്. ഹല്ലേലൂയ. ഇന്ന് സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും സമ്പത്തും ആർഭാടങ്ങളും വന്നപ്പോൾ മനുഷ്യൻ വളരെ സൗകര്യപൂർവ്വം ദൈവത്തിന്റെ വചനത്തിന്റെ കാമ്പുകളെ തള്ളിക്കളഞ്ഞിട്ട് മനുഷ്യന്റെ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമാകുന്ന ഉപദേശങ്ങളിലേക്ക് കടന്നു പോകുവാൻ, അതിൽ ആകൃഷ്ടരായി തീരുവാൻ, വഞ്ചനയ്ക്ക് വിധേയമാകുവാൻ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നാം വായിക്കുന്ന പുസ്തകത്തിൽ എവിടെയും ഇത്തരത്തിലുള്ള ദുരുപദേശങ്ങളില്ല. എന്നാൽ ഇതേ ബൈബിളിലെ ഉപദേശങ്ങളെ കണ്ണുമൂട്ടി മടക്കി വെച്ചിട്ട് ഈ വചനങ്ങളെ ഒന്നും ഒരു സഭയിലും പഠിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. ദൈവത്തിന്റെ സഭയാ, ദൈവസഭ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ച് ഇഷ്ടം പോലെ സഭയുണ്ട്. ദൈവസഭയാണെങ്കിൽ അതിനകത്ത് എന്ത് വേണം? എന്ത് കൊടുക്കണം? വചനം കൊടുക്കണം. അല്ലെ എന്തെങ്കിലും പറഞ്ഞ അബ്രഹാമിനെ കുറിച്ചോ ഇസ്ഹാക്കിനെ കുറിച്ചോ ദാവീദിനെ കുറിച്ചോ അല്ലെങ്കിൽ ലോത്തിനെ കുറിച്ചോ ഉപ്പുതൂണിനെ കുറിച്ചോ അല്ലെങ്കിൽ ഗോലിയാത്തിനെ കുറിച്ചോ ഒക്കെ പറഞ്ഞു കൊടുത്താലൊന്നും ആർക്കും എന്തുണ്ടാവില്ല? ജീവൻ ഉണ്ടാകത്തില്ല. അതെല്ലാം പറയാൻ പോയി കഴിഞ്ഞാൽ അത് മാത്രം പറഞ്ഞാൽ സഭ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എന്നാൽ സത്യം പറയാൻ പോയി കഴിഞ്ഞാൽ ആളുകൾ ഇന്നും അന്നും എന്നത്തെയും പൊതു സ്വഭാവമാണ് മുറിവേൽക്കാനോ തിരുത്താനോ താല്പര്യമുള്ള. എല്ലാവരും കംഫോർട്ട് സോണിൽ, ഒരു ശീതളിമ ചായയിൽ AC റൂമിൽ ചാരിക്കിടന്ന് എന്തെങ്കിലുമൊക്കെ കേട്ട് ഉള്ള ചില്ലറ കൊടുത്ത് പാസ്റ്റർ പറയുന്നു ആശീർവാദവും സമാധാനവും, ഒരു പാസ്റ്റർ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പോകുമെന്നുള്ള തെറ്റിദ്ധാരണയിൽ ഇരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഭകൾ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കൂടിവരവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എണ്ണത്തിൽ വളരെ ഇല്ല. പക്ഷേ എണ്ണമല്ല, ഗുണമാണ് പ്രധാനം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ ഉൽപ്പത്തിയിൽ ദൈവം ഏദനിൽ ആദാമിന്റെ വിലാപ്പുറം തുറന്ന് അവനൊരു മണവാട്ടിയെ ഉണ്ടാക്കി. അവൾ വീണുപോയപ്പോൾ ദൈവം ഒരു മണവാട്ടിയെ ഉണ്ടാക്കാൻ ഒരു പുതുമനുഷ്യനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. 4000 സംവത്സരങ്ങൾ കൊണ്ട് ആ പരിപൂർണ മനുഷ്യനെ, ആ ഉത്തമനായ സൃഷ്ടിയെ ദൈവം ഉണ്ടാക്കിയിട്ട് ആ സൃഷ്ടിയെ യെശയ്യാ 50 മുതൽ പറയും പോലെ കാൽവരിയുടെ കൊലക്കളത്തിൽ നിർദ്ദയമായി നമുക്ക് വേണ്ടി തകർക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവൻ നമ്മുടെ സമാധാനമായി തീർന്നു. അവൻ നമ്മെ ഇരുപക്ഷത്തെയും കൽപ്പന കൊടുക്കപ്പെട്ട ഇസ്രായേലിനെയും കൽപ്പനയില്ലാത്ത പുറജാതിയെയും ഒരുമിച്ച് കാൽവരി ക്രൂശിൽ തന്റെ മരണത്താൽ ഒന്നാക്കി തീർത്തുകൊണ്ട് ഹല്ലേലൂയ ഒരു പൊതു ശരീരത്തെ സൃഷ്ടിച്ചു. ഈ ശരീരം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ആ ഉത്തമ സൃഷ്ടിയായ ക്രിസ്തുവിന്റെ തേജസ് റിഫ്ലക്ട് ചെയ്യുന്ന ആ തേജസ്സിന്റെ പൊൻപുലരിയിൽ കാഹളം ധ്വനിക്കുന്ന സമയത്ത് ആരടി ഈ തേജസ്സിന്റെ മണവാട്ടി കറയും ചുളുക്കവും മാലിന്യമില്ലാതെ തന്നെ ബലിയാൽ തന്നെ കൊടുത്ത് സൂക്ഷിച്ചിരിക്കുന്ന മണവാട്ടി ഉയർത്തെഴുന്നേറ്റ് കാഹളനാദത്തിങ്കൽ ആ വാനമേഘത്തിങ്കൽ അവന്റെ കാന്തയും കാന്തന് ഒരുമിച്ചുള്ള നാളുകളിലേക്ക് പോകുവാനുള്ള സമയം അടുത്തിരിക്കുന്നുവെന്ന് ഈ കാലഘട്ടങ്ങൾ നമ്മെ വിളിച്ചു പറയുമ്പോൾ ഞങ്ങളെ കേൾക്കുന്നവരായ നിങ്ങളും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്കുകളിലേക്ക് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കണം. അനേകർ കാണട്ടെ, കേൾക്കട്ടെ. ഇന്നും ഇരുട്ടിലിരിക്കുന്നവർ സത്യം അറിയട്ടെ. ഹല്ലേലൂയ. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.